സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ധേയഃ സദാ പരിഭവഘ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം. ഭൃത്യാർത്തിഹം പ്രണതപാലഭവാബ്ദിപോതം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമം ച ലഭത്തെ പുരുഷോ യദോ വൈ. അജ്ഞാനഹേതുകൃതമോഹമദാന്ധകാരനാശം വിധായ ഹി തദോദയത്തെ വിവേക. ജയതി ജഗതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ. ധ്രുവപദമപി യാതോ യത്കൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. യദ്ദർശനം നിഗമ ആത്മരഹപ്രകാശം മുഹ്യന്തി യത്ര കവയോ ജപരായതന്തഃ തം സർവവാദവിഷയപ്രതിരൂഢശീലം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. തം സർവവാദവിഷയപ്രതിരൂപശീലം വന്ദേ മഹാപുരുഷം ആത്മനിഗൂഢബോധം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ കൃഷ്ണജന്മം നാം ഇന്നലെ അനുസ്മരിച്ചു. എന്താണ് ദശമസ്കന്ധത്തിന്റെ പൊതുവായ താത്വിക താൽപര്യം, അതും ചെറിയ തോതിൽ അനുസ്മരിക്കുകയുണ്ടായി. ദശമസ്കന്ധത്തെ രണ്ട് വിഭാഗമായി നാം വിഭജിച്ചു. അതിലൊന്ന് പൂർവാർദ്ധം, ഇനിയൊന്ന് ഉത്തരാർദ്ധം. പൂർവാർദ്ധത്തിലെ സകല കഥകളും സംഭവങ്ങളും കംസനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഉത്തരാർദ്ധം ആരംഭിക്കുന്നത് തന്നെ ജരാസന്ധന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ജരാസന്ധനും ശിശുപാലനുമാണ് ഉത്തരാർദ്ധത്തിലെ സംഭവങ്ങളെ മുഴുവൻ കോർത്തു നിർത്തുന്നത്. ഇപ്പൊ കംസൻ ഏത് തത്വത്തിന്റെ പ്രതീകമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. മനുഷ്യനിൽ വളരെ ശക്തമായി വേരൂന്നിയിരിക്കുന്ന രജോഗുണം എന്ന പ്രകൃതിയുടെ പ്രേരണയാണ് കംസൻ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പം ആത്മസാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ സ്വരൂപജ്ഞാനത്തിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്ന ശക്തമായ എതിർപ്പുകളിലൊന്നാണ് രജോഗുണം. എത്രയൊക്കെ കഠിനമായി തീവ്രമായി പരിശ്രമിക്കുമ്പോഴും പ്രകൃതിയുടെ അതിശക്തമായ ഈ പ്രേരണയെ അതിജീവിക്കാൻ സാധകൻ പലപ്പോഴും പരാജയപ്പെടുന്നു, ദുർബലനാകുന്നു. അപ്പൊ അതിനെന്താണ് പ്രതിവിധി, നിവാരണ മാർഗം എന്ത് എന്ന് വിശദമാക്കുകയാണ് വാസ്തവത്തിൽ പൂർവാർദ്ധം മുഴുവൻ പല വർണ്ണനകളിൽ കൂടി നടത്തുന്നത്. ഭഗവത്ഗീത പറയും, കാമ ഏഷ ക്രോധ ഏഷ രജോഗുണ സമുദ്ഭവ. കാമാദി വികാരങ്ങളെല്ലാം രജോഗുണത്തിന്റെ പ്രേരണ മൂലം ഉണ്ടാകുന്നവയാണ്. അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന് ആഗ്രഹിക്കുന്ന പരിശ്രമിക്കുന്ന ഒരു സാധകൻ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുകയും പിന്നീട് നിർമാർജനം ചെയ്യുകയും വേണം. ഈ ഒരാശയത്തെ വളരെ മനോഹരമായി ശ്രീകൃഷ്ണ ചരിത്രത്തിൽ കൂടി അവതരിപ്പിക്കുന്നു ദശമസ്കന്ധത്തിന്റെ ആദ്യ ഭാഗത്ത്. അപ്പോൾ മധുരയുടെ ആധിപത്യം സ്വയം ഏറ്റെടുത്ത് ഉഗ്രസേന മഹാരാജാവിനെ തടങ്കലിലാക്കി അശരീരി മൂലം ഭയന്ന കംസൻ വസുദേവയെയും ദേവകിയെയും കാരാഗൃഹത്തിലടച്ച വർത്തമാനം നമ്മൾ കണ്ടു. ആ കാരാഗൃഹത്തിലാണ് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജന്മം നടക്കുന്നത്. അപ്പൊ എന്താണ് വസുദേവരും ദേവകിയും പ്രതിനിധാനം ചെയ്യുന്ന തത്വം? വസുദേവരെന്ന് പറഞ്ഞാൽ ശുദ്ധ സത്വഗുണസ്വരൂപമാണ്. ദേവകി എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ്യ. അപ്പൊ ശുദ്ധ സത്വഗുണസ്വരൂപവും ബ്രഹ്മവിദ്യയും ചേരുമ്പോൾ ആത്മജ്ഞാനം തനിയെ പ്രകാശിക്കും. ഈ ഒരു താത്വിക താത്പര്യത്തെയാണ് കൃഷ്ണജന്മം എന്ന പേരിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പം അതിനുശേഷം ഭഗവാന്റെ പ്രേരണ കൊണ്ട് വസുദേവർ ആ ശിശുവിനെയും കൊണ്ട് നന്ദഗൃഹത്തിലേക്ക് പോകുന്നു. നിറഞ്ഞൊഴുകിയിരുന്ന യമുനാ നദി എങ്ങനെ താൻ ഈ കര കടന്ന് ഈ നദി കടന്ന് മറുകര എത്തുമെന്ന് സംശയിച്ചു നിൽക്കുന്ന വസുദേവരുടെ മുമ്പിൽ അണകെട്ടി നിർത്തിയതുപോലെ വഴിപിരിഞ്ഞു. നടുക്ക് പ്രത്യക്ഷപ്പെട്ട പാതയിൽ കൂടി വസുദേവർ അപ്പുറത്തെത്തി നന്ദഗൃഹത്തിലെത്തി. അപ്പൊ ഇവിടെ ഒരു സൂചന, ആത്മജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാലും അതിനെ മറയ്ക്കുന്ന രജോഗുണത്തിന്റെ ശക്തമായ പ്രേരണകളെയും സ്വാധീനങ്ങളെയും കരുതലോടുകൂടി നിരീക്ഷണ ബുദ്ധിയോടുകൂടി വേണം നാം അതിനെ കൈകാര്യം ചെയ്യാൻ. സാധന കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ
ശ്രവണം കൊണ്ടോ അധ്യാത്മതത്വത്തെക്കുറിച്ചുള്ള അവബോധമുണ്ടായി കഴിഞ്ഞാലും വാസന പൂർണ്ണമായി ക്ഷയിക്കുന്നതുവരെ, നിർമാർജനം ചെയ്യപ്പെടുന്നതുവരെ സാധകൻ വളരെ ശ്രദ്ധാലുവായിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അതാണ് നന്ദഗൃഹത്തിൽ കൊണ്ട് ഏൽപ്പിച്ചത്. കൃഷ്ണനെ, ഉണ്ണിക്കണ്ണനെ വസുദേവർ നന്ദഗൃഹത്തിൽ കൊണ്ട് ഏൽപ്പിച്ചു. അവിടെ യശോദയുടെ സംരക്ഷണത്തിലാണ് പിന്നീട് കൃഷ്ണന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പം അതിലാദ്യം ഇങ്ങനെ തൻ്റെ എതിർപ്പുകളും മരണത്തെ അതിജീവിക്കാൻ താൻ നടത്തിയ പരിശ്രമങ്ങളുമെല്ലാം നിഷ്പ്രയോജനമായി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കംസൻ നിരാശനായി. ദേവിയോടും വസുദേവരോടും അദ്ദേഹം മാപ്പപേക്ഷിച്ചു, ഒക്കെ ചെയ്യുകയുണ്ടായി. എന്നിട്ട് അന്തഃപുരത്തിൽ ചെന്നിരുന്നു അദ്ദേഹം. ഇനി എന്താ ചെയ്യുക? ഇതി കർത്തവ്യതാ മൂഢനായി ധർമ്മസങ്കടത്തിലിരിക്കുന്ന കംസനെ ആശ്വസിപ്പിക്കാനും അദ്ദേഹത്തിന് ധൈര്യം പകരാനും അദ്ദേഹത്തിന്റെ മന്ത്രിമാർ തയ്യാറായി. മുഷ്ടികൻ, അരിഷ്ടൻ, കേശി, ചാണൂരൻ മുതലായ മന്ത്രിമാരൊക്കെ വന്ന് അവരെല്ലാവരും കൂടി ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കി. നമുക്ക് അധികാരമുണ്ട്, ആൾബലമുണ്ട്, സ്വാധീനമുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് അങ്ങയുടെ അന്തകനെ നമുക്ക് ഉന്മൂലനം ചെയ്യാം, വധിക്കാം. അപ്പം അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് ആദ്യം പുറപ്പെട്ടതാണ് പൂതന. ഇവിടെ മുതലാണ് കൃഷ്ണന്റെ ബാലലീലകൾ ആരംഭിക്കുന്നത്. പൂതന എന്ത് ചെയ്തു? മധുരാപുരിയിലെ സകല ഗൃഹങ്ങളിലും ചെന്ന് അവിടെ ജനിച്ച ശിശുക്കളെ, പ്രത്യേകിച്ച് നവജാത ശിശുക്കളെ മുഴുവൻ വശത്താക്കി അവരുടെ സംരക്ഷകരിൽ നിന്ന് അവരെ മാറ്റി അമ്മിഞ്ഞ നൽകി കൊന്നു എന്നാണ് പറയണത്. ഏതാണ്ട് കൊട്ടാരത്തിന് ചുറ്റുപാടുമുള്ള സകല ദേശങ്ങളിലെയും ശിശുവധം നിർവഹിച്ചതിന് ശേഷം പിന്നീട് അങ്ങനെ നടന്നു. ഈ പട്ടണം വിട്ടാൽ പിന്നീട് ഗ്രാമമാണല്ലോ. ഈ പട്ടണത്തിന് ചുറ്റുപാടും ധാരാളം ഗ്രാമങ്ങൾ ഉണ്ടാകും. അങ്ങനെ പൂതന മെല്ലെ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു, അമ്പാടിയിലേക്ക് പ്രവേശിച്ചു. അപ്പോഴാണ് ഗോപസ്ത്രീകളൊക്കെ യശോദാനന്ദനന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പാടിപ്പുകഴ്ത്തിക്കൊണ്ട് നടന്നു പോകുന്നു, കൂട്ടം കൂട്ടമായി. പൂതന ശ്രദ്ധിച്ചു, കാതോർത്തു. ഈ ഗ്രാമീണ സ്ത്രീകൾക്കൊരു പ്രത്യേകതയുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവരങ്ങനെ പതുങ്ങി മെല്ലെയല്ല സംസാരിക്കുക, ഒച്ച വെച്ചിട്ടാ സംസാരിച്ചു പോകുന്നത്. അത് ശ്രദ്ധിച്ചറിയാം. ഗ്രാമീണ നടന്നു പോകുമ്പോൾ വലിയ വായിലേ എന്തും പറയും. എന്നാൽ പട്ടണത്തിൽ അങ്ങനെയല്ല, എന്തും കുശുകുശുക്കുന്നാ പറയാം. അപ്പൊ എന്തായാലും ഗ്രാമാതിർത്തിയിൽ ചെന്ന് നിന്ന പൂതന ഗോപസ്ത്രീകളെല്ലാം വാർദ്ധക്യകാലത്ത് നന്ദഗോപർക്കും യശോദയ്ക്കും ജനിച്ച കുട്ടിയുടെ വർത്തമാനം, അതിന്റെ ലീലാചേഷ്ടകളൊക്കെ വർണ്ണിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ അവരുടെ ആ വർണ്ണന കേട്ടപ്പോ പൂതനയ്ക്ക് അതിലൊരു താല്പര്യം തോന്നി. ആ വർണ്ണനയിൽ താതാത്മ്യം പ്രാപിച്ച പൂതനയ്ക്ക് ഉണ്ണിക്കണ്ണനെ കണ്ടാൽ കൊള്ളാം എന്നൊരു മോഹം തോന്നി. താല്പര്യം എന്താ? ആദ്യം ശ്രവണം, പിന്നീട് സാക്ഷാത്കരിക്കണമെന്നുള്ള ആവശ്യം. അതാണ് അതിൻ്റെ ഒരു താത്വിക താല്പര്യം. അവിടെ ഭഗവാനെ കുറിച്ചുള്ള വർണ്ണനകളൊക്കെ കേട്ടപ്പോൾ അതിൽ മുഴുകി ഭഗവത് സാമീപ്യം അനുഭവിക്കാനുള്ള ഒരു പ്രചോദനം ആന്തരികമായി ഉണർന്നു. ഇപ്പൊ പൂതന രജോഗുണത്തിൽ നിന്ന് പുറപ്പെട്ട കാമാദി വികാരങ്ങളുടെ പ്രതീകമാണെന്ന് പറയുകയുണ്ടായി. അപ്പം ഈ ആഗ്രഹം, ഭൗതിക വിഷയങ്ങൾ നേടണമെന്നുള്ള താല്പര്യവും വ്യാമോഹവും ആത്മാവിനെ സാക്ഷാത്കരിക്കണമെന്നുള്ള ആവശ്യമായി, നിർബന്ധമായി പരിണമിക്കുന്നു. നമുക്കിവിടെ കാണാം. കാത്തുനിന്നു. എന്താ വഴി? അപ്പൊ ഈ വേഷത്തിൽ പോയാൽ, പരിഷ്കൃത വേഷത്തിൽ പോയാൽ താൻ തിരിച്ചറിയപ്പെടും. ഗോപസ്ത്രീകൾക്ക് നൈസർഗികമായ സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തെ അതുപോലെ പ്രദർശിപ്പിക്കുന്ന വേഷവിധാനങ്ങളും സംഭാഷണ രീതിയുമാണ് അവർ അവലംബിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാഗരിക വേഷം ധരിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്നാൽ താൻ തിരിച്ചറിയപ്പെടും. തൻ്റെ ലക്ഷ്യം സാധിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പം അതിനെന്താ വഴി? വഴിയെന്താ? വേഷം മാറുക. അപ്പോൾ അതിനൊത്തവണ്ണമുള്ള ആത്മസാക്ഷാത്കാരം സിദ്ധിക്കാനുള്ള മാർഗങ്ങൾ നാം തേടണം, പിന്തുടരണം. നോക്കി പൂതന ശ്രദ്ധിച്ചു. എന്തായി? ഗോപസ്ത്രീകളെ പോലെ നൈസർഗിക സൗന്ദര്യം ശരീരത്തിലുണ്ടാകാൻ എന്താ വഴി? ഈ കവിയുടെ പദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ഈ പട്ടണങ്ങളിലെ സൗന്ദര്യം വെച്ച് കെട്ടിയതാ. അത് മറ്റുള്ളവരെ ആകർഷിക്കാൻ അല്ലെങ്കിൽ വശീകരിക്കാൻ വേണ്ടിയതാ. അതിൽ പൊള്ളത്തരമാണെന്ന ആത്മാർത്ഥതയോ സത്യസന്ധതയോ അല്ലെങ്കിൽ സ്നേഹമോ ഈ നഗരത്തിലെ അഥവാ പട്ടണങ്ങളിലെ സൗന്ദര്യ പ്രദർശനത്തിൽ ഇല്ല എന്ന് പറയണു. അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഗ്രാമീണ ജനതയ്ക്ക്, ഗ്രാമീണ സ്ത്രീകൾക്ക് അത്ര വലിയ പരിഷ്കൃത സൗന്ദര്യമൊന്നും ഇല്ലെങ്കിലും അവരിൽ നന്മയുണ്ടാകും, അവരിൽ സംതൃപ്തി ഉണ്ടാകും, സദാചാര മൂല്യങ്ങൾ ഉണ്ടാകും, ധർമ്മമുണ്ടാകും. ഇത്തരം സദ്ഗുണങ്ങളുടെ വിളനിലമായ അവരിൽ സ്വാഭാവികമായ നൈസർഗിക സൗന്ദര്യം പ്രകടമാകും. അവരതിനു വേണ്ടി പ്രത്യേകം പരിശ്രമിക്കേണ്ട കാര്യമില്ല. ഇതില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണു? നാഗരിക ജനത ആ സൗന്ദര്യം വെച്ചുകെട്ടി മറ്റുള്ളവരെ ഭ്രമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്തായാലും പൂതന ഈ ഗോപസ്ത്രീകളോടൊപ്പം പൂതന എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? വളരെ വ്യക്തമാണ്. പൂതം എന്ന് പറഞ്ഞാൽ പുണ്യം. ഇല്ല, പുണ്യമില്ലാത്തവൾ, പവിത്രയല്ലാത്തവൾ,
എന്ന് സാമാന്യമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഗോപസ്ത്രീകളോടൊപ്പം ചേർന്ന് അവരോടൊപ്പം ആടിപ്പാടി നന്ദഗൃഹത്തിലെത്തി. അവിടെ ചെന്നപ്പോഴാണ് ആൾക്കൂട്ടം. ഈ അമ്പാടിയിലെ മിക്കവാറും എല്ലാ കുടുംബങ്ങളിലെയും സ്ത്രീകൾ അവിടെയുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചാൽ എത്രത്തോളം സന്തോഷമാ ഗൃഹത്തിലുള്ളവർക്കും ചുറ്റുപാടുള്ളവർക്കും ബന്ധുക്കൾക്കും. ഇന്നും ആ ഒരു ചടങ്ങ് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. കുട്ടിയെ കാണാൻ പോവുക, എന്തെങ്കിലുമൊക്കെ പാരിതോഷികം കൊണ്ട് കൊടുക്കുക, അവിടെ കുറച്ച് സമയം ചെലവഴിക്കുക, അതിൻ്റെ ക്ഷേമം അന്വേഷിക്കുക. ഇതൊക്കെ സർവ്വസാധാരണമായ ഒരു ലോകപ്രകൃതമാണ്. എന്നാൽ ഈ ശിശുവിൻ്റെ സാമീപ്യം ദേശകാലങ്ങളെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു അനുഭൂതി രസത്തിലേക്ക് ഈ ഗോപികമാരെ അല്ലെങ്കിൽ ഗോകുലവാസികളെ ഉയർത്തി. അപ്പോൾ ഈശ്വരൻ അല്ലെങ്കിൽ പരമാത്മ എന്ന് പറയുന്ന സാന്നിധ്യം കാലദേശ അതിവർത്തിയാണ്. കാലം കാൽപ്പനികമാണ്, കാലം ആപേക്ഷികമാണ്. സമയം അല്ലെങ്കിൽ കാലം എന്ന് പറയുന്നത് എങ്ങനെ ആപേക്ഷികമാകുന്നത്? എന്താണ് ആപേക്ഷികം, എന്താണ് പാരമാർത്ഥികം അല്ലെങ്കിൽ വ്യാവഹാരികം എന്നതിലെ പറയുകയുണ്ടായി. ആപേക്ഷികം എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ച്, എന്നെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റൊരാളെ അപേക്ഷിച്ച്. ഇപ്പൊ നല്ല തണുപ്പാണ്. അപ്പൊ രാവിലെ ഏതാണ്ടൊരു 20 ഡിഗ്രിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് തണുപ്പ് സഹിക്കില്ല. എന്നാൽ മറിച്ച് യൂറോപ്യന്മാർക്ക് ഒരു 10 ഡിഗ്രിയൊക്കെ ആയാൽ അവർക്ക് നല്ല ചൂടാ. 10 ഡിഗ്രി അവർ നല്ല ചൂടെന്ന് പറയും. 10 ഡിഗ്രി നമുക്ക് വലിയ തണുപ്പാ, കൊടും തണുപ്പാ. നമ്മെ അപേക്ഷിച്ച് 10 ഡിഗ്രി ഊഷ്മാവെന്ന് പറയണത് കൊടും തണുപ്പാണെങ്കിൽ അവരെ അപേക്ഷിച്ച് 10 ഡിഗ്രി ഊഷ്മാവെന്ന് പറയണത് കടുത്ത ചൂടാണ്. അതിനപ്പുറം അവർക്ക് ചൂട് അനുഭവിക്കാനില്ല. അപ്പം നമ്മെ അപേക്ഷിച്ച് അവരെ അപേക്ഷിച്ച് യഥാർത്ഥത്തിൽ എന്താ 10 ഡിഗ്രി എന്നുള്ള പ്രതിപാദനം, 10 ഡിഗ്രി ഊഷ്മാവെന്നുള്ള പ്രതിപാദനമാണ് പാരമാർത്ഥിക സത്യം അല്ലെങ്കിൽ ഋതം എന്ന് പറയും. അതിന് ഋതത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ചെറിയ തോതിൽ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം ഈ പാരമാർത്ഥിക സത്യ സ്വരൂപത്തിൽ ബുദ്ധി എത്തിച്ചേരുന്ന ഒരു സ്ഥിതിയുണ്ട്, പ്രജ്ഞ. അതിനെയാണ് ഋതംഭര പ്രജ്ഞ, ഋതംഭര ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇന്നലെ ഒരു കാര്യം സൂചിച്ചു, ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി എന്ന് പറഞ്ഞപ്പോൾ അതിൽ പാരമാർത്ഥികവും വ്യാവഹാരികവും സൂചിപ്പിച്ചതിന് ശേഷം ഋതംഭര ബുദ്ധി എന്ന് എന്താ ഈ ഋതംഭര ബുദ്ധി എന്ന് പറഞ്ഞാൽ? യോഗശാസ്ത്രത്തിൽ ബുദ്ധി 3 തരത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. 3 തലത്തിലാണ് ബുദ്ധിയെ നിർവചിച്ചിരിക്കുന്നത്. ഒന്ന് ശ്രുതബുദ്ധി, രണ്ടാമത്തേത് യുക്തബുദ്ധി, മൂന്നാമത്തേത് ഋതംഭരാബുദ്ധി. ശ്രുതബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പുസ്തകത്തിൽ നോക്കി വായിച്ചും മറ്റുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കിയും നേടുന്ന അറിവാണ് ശ്രുതബുദ്ധി, കേട്ടറിവ്. പല കാര്യങ്ങൾ നമ്മൾ കേൾക്കും, ഈ ശാസ്ത്രകാര്യങ്ങളൊക്കെ പലതും ചോദിച്ച് മനസ്സിലാക്കും. എന്നാൽ ഇതിൻ്റെ അന്തിമ പ്രയോജനം എന്താ? ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കി, കേട്ട് മനസ്സിലാക്കി, വായിച്ചു മനസ്സിലാക്കിയത് കൊണ്ട് എന്താ നേട്ടം? ഒരു നിർണായക ഘട്ടത്തിൽ, ജീവിതയാത്രയിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇതൊന്നും അവിടെ പ്രയോജനപ്പെടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിടികിട്ടുന്നുണ്ടോ? കേട്ടറിഞ്ഞതോ ചോദിച്ച് മനസ്സിലാക്കിയതോ വായിച്ചു നേടിയതോ ആയ അറിവുകളൊന്നും ജീവിതത്തിൽ ഒരു നിർണായക പ്രതിസന്ധി വരുമ്പോൾ അവിടെ നമുക്ക് സഹായമുണ്ടാകില്ല. പിന്നെ എന്താ പ്രയോജനം? കേട്ടിട്ടില്ലാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാം, അവരെ പ്രബുദ്ധരാക്കാം. അറിയാത്ത കാലത്തോളം അറിഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം. അറിഞ്ഞു കഴിഞ്ഞാലോ ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ഒരു സമാധാനം. ഇതാണ് ശ്രുതബുദ്ധി എന്ന് പറയണത്. രണ്ടാമത് യുക്തബുദ്ധി. യുക്തബുദ്ധി എന്ന് പറഞ്ഞാൽ സ്വയമായി നിരീക്ഷിച്ചും പരിശോധിച്ചും ഗവേഷണം നടത്തിയുമൊക്കെ കണ്ടെത്തുന്ന അറിവുകളാണ് യുക്തബുദ്ധി. ശാസ്ത്രീയമായ എല്ലാ കണ്ടുപിടുത്തങ്ങളും യുക്തബുദ്ധിക്ക് ഉദാഹരണമാണ്. യുക്തിയുക്തമായി വിചിന്തനം നടത്തി കണ്ടെത്തുന്ന അറിവിനെയാണ് യുക്തബുദ്ധി എന്ന് പറയുന്നത്. എന്നാൽ അതും ശാശ്വതമായി ഒരു ഘട്ടത്തിൽ നമുക്ക് പ്രയോജനം ചെയ്യില്ല. ഇനി ഋതംഭരാബുദ്ധി. അതെന്താ ഋതംഭരാബുദ്ധി? സത്യത്തിന്റെ പൂർണ്ണമായ അനുഭവമുള്ള ബുദ്ധിയുടെ സ്ഥിതിവിശേഷം. ഇതിനാണ് ഋതംഭരാബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാ തിരിച്ചറിയുക, എങ്ങനെ പരിശോധിക്കുക? ആ ഋതംഭരാ സ്ഥിതിയിലേക്ക് ബുദ്ധിയെ നയിക്കുന്ന സാധനാക്രമങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു സാധകൻ കാലം കൊണ്ട് ആ സാധകനിൽ പരമ്പരാഗതമായി വന്നു ചേർന്നതോ ഇഹലോക ജീവിത പരിചയം കൊണ്ട് നേടി സ്വരൂപിച്ചതോ ആയ സകല സ്ഥിതികളും സകല ഘടകങ്ങളും അതിൻ്റെ ഘടന തന്നെ മാറിപ്പോകുമെന്നാണ്. അതാണ് ഈ മഹാത്മാക്കളുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ അവരുടെ വ്യക്തിത്വം തന്നെ രൂപാന്തരം പ്രാപിച്ചതായി അല്ലെങ്കിൽ പരിണാമ പ്രക്രിയയ്ക്ക് വിധേയമായതായി കാണാം. അത് ഏത് ഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ വ്യക്തമായി പറയാൻ ഒരു സാധാരണക്കാർക്ക് സാധ്യമല്ലെന്നാണ്.
ശാസ്ത്രം അതിന് വ്യക്തമായ വിശദീകരണം, ഇപ്പൊ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങളിൽ ഇതിന് വ്യക്തമായ വിശദീകരണം നൽകുന്നുണ്ട്. ഏത് ഘട്ടത്തിലാണ് മനുഷ്യന്റെ ആന്തരിക സ്വഭാവ വിശേഷം പ്രകൃത്യാലുള്ളതോ ജീവിത പരിചയം കൊണ്ട് നേടിയതോ ആയ നമ്മുടെ ഉൾഘടന സ്വഭാവം അതെങ്ങനെയാണ് മാറണത്, എപ്പോഴാണ് മാറണമെന്ന് പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ സംസ്കാരത്തെ, വീക്ഷണത്തെ രൂപപ്പെടുത്തുന്നത് പ്രധാനമായും 3 ഘടകങ്ങളാണ്. അതിലൊന്നാണ് പൈതൃകം അല്ലെങ്കിൽ പാരമ്പര്യം. അതുണ്ട്, പാരമ്പര്യ ഗുണങ്ങൾ എന്ന് പറയാറുണ്ടല്ലോ. രണ്ടാമത്തേതാണ് ചുറ്റുപാടുകൾ, സറൗണ്ടിങ്സ്. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ സ്വഭാവത്തെയും സംസ്കാരത്തെയും രൂപപ്പെടുത്തുന്നതിൽ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. മൂന്നാമത്തേത് നാം ഇടപഴകുന്ന വ്യക്തിത്വങ്ങൾ, മഹാത്മാക്കളുമായി, തത്വജ്ഞാനികളുമായി, തപസ്വികളുമായി, സാധകന്മാരുമായിട്ടാണ് ഇടപഴകുന്നതെങ്കിൽ അവരുടെ സംസ്കാരവും അവരുടെ സംഭാഷണ രീതിയും ശൈലികളുമൊക്കെ മെല്ലെ മെല്ലെ നമ്മിലേക്ക് സംക്രമിക്കപ്പെടും. പക്ഷെ ഒരു പ്രശ്നം എന്താ, ഇതെല്ലാം ഒട്ടിച്ചേർത്ത് വെക്കണതാ, അത് ലയിക്കില്ല. അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ മുകളിൽ അങ്ങനെ കൊട പിടിച്ചിരിക്കുന്നത് പോലെ ഒരു സ്ഥിതിയേ ഉള്ളൂ. അതിനെ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വവുമായി കൂടിച്ചേരാൻ സാധിക്കില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. അതിന് ആരെങ്കിലും അനുകരിക്കുക, ഏതെങ്കിലും ചില ആചരണങ്ങളോ അനുഷ്ഠാനങ്ങളോ കണ്ടാൽ അത് നല്ലതാണെന്ന് തോന്നുമ്പോൾ അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക, ഇതൊക്കെ നാം നമ്മുടെ വ്യക്തിത്വത്തെ രൂപമാറ്റാൻ വരുത്താൻ വേണ്ടി ചെയ്യുന്ന ബാഹ്യ ക്രമീകരണങ്ങളാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമായ പുരോഗതിയോ പ്രയോജനമോ ഉണ്ടാവില്ല. കാരണം എന്താ, നമുക്ക് പ്രകൃതിയാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സ്വഭാവങ്ങൾ, പ്രേരണകൾ, അവയ്ക്കുള്ള മറ്റ് അനുബന്ധമായ സംവിധാനങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉയരാനും അന്തിമ തത്വത്തിലേക്ക് ഉണരാനും സാധിക്കും. അതിനൊരു സ്വയം നിരീക്ഷണമാണ്. ഒരു ഉദാഹരണം പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. പ്രകൃതിയാലുള്ള നമ്മുടെ സ്വഭാവത്തെയോ സംസ്കാരത്തെയോ രൂപമാറ്റം വരുത്താൻ ബാഹ്യമായി ചെയ്യുന്ന ഒരു പ്രക്രിയകൾക്കും സാധ്യമല്ല. നാം തന്നെയാണ്. നമ്മെ തിരിച്ചറിയാൻ ഒരു ശാസ്ത്രവും പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മെക്കുറിച്ച് നല്ല അറിവുണ്ട്. അതാരെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ളതല്ല, പിന്നെ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതുമല്ല. നമുക്ക് നമ്മെക്കുറിച്ച് ഞാൻ ആരാണ്, എന്താണ്, എനിക്ക് എവിടെ വരെ പോകാൻ സാധിക്കുമെന്ന് വ്യക്തമായി അറിയാം. അതാണ് വാസ്തവത്തിൽ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം. എന്നിട്ടോ ആ വ്യക്തിത്വത്തിന്റെ മേലിൽ പല അലങ്കാരങ്ങളും മോടി പിടിപ്പിച്ച് മറ്റൊന്നായി ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് 99.99% പേരും ചെയ്യുന്നത്. പറയുമ്പോൾ ഇതത്ര രസകരമായി തോന്നില്ല, പക്ഷെ യഥാർത്ഥം അതാ. അപ്പൊ അങ്ങനെ ഒരു സമീപനമല്ല നമുക്ക് വേണ്ട. പൂതന നോക്കും. ഇവിടെ പൂതനയെ നമ്മൾ നോക്കുമ്പോൾ ഭഗവാനെ കുറിച്ച് കേട്ടു, മഹിമാ ഗുണങ്ങളൊക്കെ വർണ്ണിക്കുന്നതിൽ ലയിച്ചു, അത് നേടണം എന്നുള്ള അഭിവാഞ്ചയുണ്ടായി, ഉടനടി അതിനുള്ള ശ്രമം നടന്നു. ഇവിടെ പൂതനയ്ക്കുള്ള പ്രശ്നം എന്താ, 2 ചുമതലകളുണ്ട് പൂതനയ്ക്ക്. ഒന്ന്, രാജാവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ചുമതല. രണ്ടാമത് വ്യക്തിധർമ്മം, ഈശ്വരപ്രാപ്തി അല്ലെങ്കിൽ സ്വരൂപജ്ഞാനം എന്ന് പറയുന്നത് വ്യക്തിധർമ്മമാണെങ്കിൽ, ഇവിടെ പൂതനയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ശിശുഹത്യയും തന്റെ രാജാവിനെ രക്ഷിക്കുകയും എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും കൂടി എങ്ങനെയാ ചെയ്യാൻ പറ്റുക? അദ്വൈത വിചിന്തനവും വ്യാവഹാരികലോ ജീവിതവും ഒരുമിച്ച് എങ്ങനെയാണ് നമുക്ക് സമന്വയിപ്പിക്കാൻ സാധിക്കുക? വലിയൊരു പ്രശ്നമാണ്. കീറാമുട്ടിയ പലർക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ ശരിയാണെന്നാണ് തോന്നുന്നത്. ആത്മാവിനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ, ആത്മാവാണ് അനശ്വര സാന്നിധ്യം എന്ന് വിശദീകരിക്കുമ്പോൾ, അതിന് ഉപോദ്ബലകമായ തത്വങ്ങളും സിദ്ധാന്തങ്ങളും ആശയങ്ങളും പല സാഹിത്യ ഗ്രന്ഥങ്ങളിലും അടർത്തിയെടുത്ത് വിവരിക്കുമ്പോൾ അത് വളരെ ശരിയാണെന്ന് തോന്നും. എന്താ കാരണം? ഇപ്പൊ നമ്മുടെ സദസ്സിൽ പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ ഈ കാലത്തെയും ദേശത്തെയും പരിഗണിക്കാതെ, മനസ്സിന് അല്പം പോലും അതിന്റെ സ്പർശമേൽക്കാൻ അനുവദിക്കാതെ 3 കൂട്ടരെ കാണാം. മനസ്സിന്റെ സ്ഥിതി എന്താണെന്നറിയാമോ? ഈ മനസ്സമാധാനമെന്ന് പറഞ്ഞ് പാഞ്ഞു നടക്കണ്ടോ നമ്മൾ? ഒരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല. മനസ്സുണ്ടെങ്കിൽ എന്തില്ല? അതുറപ്പായി. മനസ്സുണ്ടെങ്കിൽ സമാധാനമില്ല. പിന്നെ എന്തിനാ മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ അലയണത്? മനസ്സിന്റെ 2 ഗുണങ്ങൾ അറിയാം. ഒന്ന് വിക്ഷേപം, ഇനി ഒന്ന് ആവരണം. ഒന്നുകിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ സത്രശാലയിൽ കണ്ടിട്ട് ഞങ്ങൾ നിരീക്ഷിക്കുമ്പോഴാണ് പല കാര്യങ്ങളും ഇങ്ങനെ വിശദമായി പ്രതിപാദിക്കുമ്പോഴും മനസ്സ് വേറെ ഏതോ ലോകത്താണ്. അത് കഴിയുമ്പോൾ അയ്യോ കഴിഞ്ഞല്ലോ 1.5 മണിക്കൂർ. അവർ കാലത്തിന്റെ ബാധ അവർ കേട്ടില്ല. ഈ 1.25 മണിക്കൂറൂടെ കഴിഞ്ഞിട്ടും അവർക്ക് അല്പം പോലും അതിന്റെ സ്പർശമോ അനുഭവം ഉണ്ടായില്ല. ഇനി വേറെ ഒരു കൂട്ടരുണ്ട്. എന്താ? ആവരണം. 1.25 3 മണിക്കൂർ കഴിഞ്ഞാലും അവരറിയില്ല. എന്തേ കാരണം? നിദ്രയിലേക്ക് പോയിരിക്കണം, ഉറക്കം. അപ്പൊ ഒന്നുകിൽ ഈ ധ്യാനിക്കാനിരിക്കുമ്പോഴറിയാം പലർക്കും ഈ ധ്യാനം എന്ന് പറയുന്നത് മനസ്സിനെ എല്ലാ വികല്പങ്ങളിൽ നിന്നും വിടർത്തി നിർത്തുന്ന ഒരു കലയാണ് ഈ ധ്യാനം എന്ന് പറയുന്നത്. അതിന് സൗകര്യാർത്ഥം ഏതെങ്കിലും രൂപമോ ഏതെങ്കിലും നാമങ്ങളോ നാം കൽപ്പിച്ചു കൊടുക്കുന്നതല്ലാതെ മനസ്സിനെ എല്ലാ
എല്ലാ പ്രവൃത്തികളിൽ നിന്നും സ്വതന്ത്രമാക്കി അതിന്റെ സ്വസ്ഥാനത്തേക്ക് നയിക്കുന്ന ഒരു ആന്തരിക പ്രക്രിയയാണ് ഈ ധ്യാനം. ആ ധ്യാനം എന്ന് പറയുന്നത് മനസ്സിനെ ബുദ്ധി സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു എന്ന് പറയും മറ്റൊരു ഭാഷയിൽ. അപ്പോൾ ധ്യാനവേളയിലും ധ്യാനം എന്നൊക്കെ കേൾക്കുമ്പോൾ ഗംഭീരമാണ്. അധ്യാത്മ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കേൾക്കുമ്പോൾ അതിന്റെ വിശദീകരണങ്ങളൊക്കെ ശ്രവിച്ചു കഴിയുമ്പോൾ ഇതാണ് ശരി എന്നൊക്കെ വിചാരിച്ചങ്ങോട്ട് പുറപ്പെടും, ധ്യാനിക്കാൻ പുറപ്പെടും. ശ്രദ്ധിക്കൂ, ധ്യാനിക്കാൻ പോയി ഇരിക്കുമ്പോഴറിയാം എന്താ പ്രശ്നമെന്ന്. കണ്ണടച്ച് എല്ലാ ബാഹ്യ സൗകര്യങ്ങളൊക്കെ ഒരുക്കി ആരും കിടക്കാത്തൊരു ഇരുട്ടുമുറിയിൽ കയറിയിരുന്ന് കണ്ണടച്ചിരിക്കുമ്പോൾ പുറത്തുള്ള പ്രശ്നത്തെക്കാൾ അസഹനീയമാണ് അകത്തുണ്ടാകുന്നത്. പലതരം ആലോചനകൾ, ഭയം, ആശങ്ക, ഉദ്വേഗം, സംഭ്രമം, ഇങ്ങനെയുള്ള അനേക ചിന്തകൾ തരംഗങ്ങളായി മനസ്സിനെ പലതരത്തിൽ മഥിക്കണത് കാണാം. അപ്പോൾ ഏകാഗ്രതയുണ്ടോ? പലരും ചോദിക്കണതുണ്ട്, സ്വാമിജി കോൺസെൻട്രേഷൻ, ഏകാഗ്രത കിട്ടുന്നില്ല ധ്യാനത്തിനെന്നാണ്. ഗുരുവായൂരപ്പനും ഏതായാലും ഒരു നിമിഷം ആ കാല് കണ്ടു, കണ്ണ് കണ്ടു, മൂക്ക് കണ്ടു, ശിരസ് കണ്ടു, മയിൽപ്പീലി കണ്ടു, പൂർണ്ണമായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റണില്ല എന്നൊരു പരാതി. അപ്പൊ എന്താ? അതൊരു നിരീക്ഷണ പ്രക്രിയയിലേക്ക് നമ്മൾ മാറ്റണം. മനസ്സിനെ ഒന്നുകിൽ ഉറങ്ങിപ്പോകും. ധ്യാനിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ ചാരുകസേരയിൽ കിടന്ന് ധ്യാനിക്കുന്ന കൂട്ടിരിക്കേണ്ട, ഒന്നുകിൽ ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. വിക്ഷേപം ആവരണം. അപ്പൊ ഇത് രണ്ടുമില്ലാതെ മനസ്സിനെ സമാഹിതമായി നിലനിർത്തുന്ന ഒരു പരിശീലന പ്രക്രിയ സാധനയാണ് ധ്യാനം. പരമാത്മാവിനെ അറിയാൻ, പരമാത്മാനുഭവം ഉണ്ടാകാൻ ഏറ്റവും അന്തിമമായ അയത്നലളിതമായ ഒരു പദ്ധതിയായിട്ടാണ് ധ്യാനത്തെക്കുറിച്ച് പറയുന്നത്. ആ ധ്യാനമാണ് മെല്ലെ സമാധി അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് അതിന്റെ അർത്ഥം. ചഞ്ചലമില്ലാത്ത ബുദ്ധി ഒരു ഇളക്കത്തിനും വിധേയമാകാതെ അതിന്റെ സ്വരൂപത്തിൽ തന്നെ നിലകൊള്ളുന്ന സ്ഥിതിവിശേഷത്തെയാണ് സമാധി. സമാധി എന്ന് പറഞ്ഞാൽ ബുദ്ധി അറിയാം, ബുദ്ധിയുടെ സമസ്ഥിതി. അപ്പം മനസ്സിന്റെ ഒരു ദൗർബല്യങ്ങളും ആശങ്കകളും ഒക്കെ മാറി മനസ്സ് നിർമ്മലമായി കഴിയുമ്പോൾ, അതിലൊന്നും ഉണരാതിരിക്കുന്ന കാലത്ത് ആ സ്ഥിതിവിശേഷം സമാധിയുടെ ആ ഒരു അനുഭൂതിയിലേക്ക് വരും. ഇനി ആ സമാധിയെ തന്നെ യോഗസൂത്രകാരൻ പിന്നെയും വിഭജിച്ചു വെച്ചിട്ടുണ്ട്. സബീജ സമാധി, നിർബീജ സമാധി. ബീജം എന്ന് പറഞ്ഞാൽ അറിയാം വിത്ത്. ആ വിത്താണ് വാസ്തവത്തിൽ കർമ്മപ്രേരണകൾ. വാസന എന്ന് പറയുന്നതാണ് വിത്ത്. ആ വാസനയുടെ ഒരു സ്വരൂപമാണ് പൂതന. ആഗ്രഹങ്ങളുടെ വാസനാബീജം ഉള്ളിടത്തോളം കാലം അത് പലതരത്തിൽ ലോകവുമായി ഇടപഴകാൻ നമ്മെ സദാ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. വിഷയങ്ങൾ പലതാണ്. അപ്പൊ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അത് നേടാനും അത് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പ്രേരണ സദാ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അത് എന്നേക്കുമായി ഇല്ലാതെയാകണമെങ്കിൽ എന്താ വഴി? പൂർണ്ണമായി ആ വാസന ഭഗവാനുമായി ഏകീഭവിക്കണം, അല്ലെങ്കിൽ സ്വരൂപത്തിൽ വിലയം പ്രാപിക്കണം. അതേ വഴിയുള്ളൂ, അല്ലാണ്ട് വഴിയില്ല. അപ്പൊ ഇവിടെ സബീജ സമാധി, നിർബീജ സമാധി, ഈ ധ്യാനവേളയുടെ ഒരു അന്തിമ കാഷ്ഠയാണ്. എല്ലാ സങ്കല്പങ്ങളും ഇല്ലാതെയായി പൂർണ്ണമായി തന്റെ വ്യക്തിത്വം മുഴുവൻ പരമാത്മാവിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ചിലർക്കൊക്കെ ഉണ്ടാവാറുണ്ട് ധ്യാനകാലത്ത് കുറേ അങ്ങനെ മുന്നേറുമ്പോൾ ചിലർക്കൊക്കെ സമാധിനുഭവം ഉണ്ടാകാറുണ്ട്. പക്ഷെ എന്താ വിഷയം? ഉത്ഥാനദശയിൽ വീണ്ടും പഴയ വിഷയങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ വരികയും അതുമായി ഇടപഴകാനുള്ള ഒരു തോന്നൽ ജനിക്കുകയും ചെയ്യും. ഇതാണ് സബീജ സമാധി. ഇതിലെ ആശയം സ്പഷ്ടമായിട്ടുണ്ടാകും. കർമ്മവാസനകൾ പൂർണ്ണമായി ക്ഷയിക്കാതെയുള്ള ബ്രഹ്മാനുഭവത്തെയാണ്, ഈ ഈശ്വരാനുഭവത്തെയാണ് ഈ പദം സൂചിപ്പിക്കും. ഇനി നിർബീജ സമാധി എന്ന് പറഞ്ഞാൽ എന്താ? പ്രാപഞ്ചിക വിഷയങ്ങളുമായി അല്പം പോലും സ്പർശിക്കാനുള്ള അല്ലെങ്കിൽ ബന്ധപ്പെടാനുള്ള ഒരു പ്രേരണയും കൂടിയില്ലാത്ത സ്ഥിതിവിശേഷം. വറുത്ത വിത്ത് പോലെ എന്ന് പറയും, വാളൻപുളി പോലെ, കൊട്ടത്തേങ്ങ പോലെ എന്നൊക്കെ പറയും. അപ്പൊ അവരുടെ സങ്കല്പങ്ങളോ വിചാരങ്ങളോ പ്രേരണകളോ പ്രകൃതിജന്യമായ എല്ലാ ഘടകങ്ങളോ പൂർണ്ണമായി വിലയം പ്രാപിച്ചു ഉൾവലിഞ്ഞു. ആ സ്ഥിതിവിശേഷമാണ് നിർബീജ സമാധി. അവർക്ക് ദൈഹിക ധർമ്മങ്ങളെക്കുറിച്ചോ ചുമതലകളെക്കുറിച്ചോ മറ്റു ജനങ്ങൾക്കുള്ള ഉപകാരത്തെക്കുറിച്ചോ ഒന്നും അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ദ്വൈത ചിന്തയെ വരണില്ല എന്നാണ്. എല്ലാവിധ ദ്വന്ദ്വങ്ങളെയും അതിജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. സ്വന്തം ദേഹത്തെ പോലും അവർ പ്രത്യേകിച്ച് പരിഗണിക്കില്ല. പ്രാരബ്ധപ്രകാരമുണ്ടായ ശരീരം ഈ ഭൂമണ്ഡലത്തിൽ എത്ര കാലം നിലനിൽക്കണമെന്ന് നിശ്ചയമുണ്ടോ അത്രയും കാലം അത് നിലകൊള്ളും. അത് കഴിഞ്ഞാൽ അത് യഥാവിധി പ്രകൃതിയിലേക്ക് പിൻവലിയും. ഇത് വേണ്ടതുപോലെ, അതാ നേരത്തെ ശ്രുതബുദ്ധിയോ യുക്തബുദ്ധിയോ അല്ലാതെ അനുഭവബോധ്യം വന്നവരെ സംബന്ധിച്ച് ഈ പ്രകൃതിക്കോ ഇവിടെയുള്ള ഈ പ്രക്ഷുബ്ധതയ്ക്കോ അല്പം പോലും അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ സാധിക്കില്ല. ഈ അവധൂത വൃത്തി എന്നൊക്കെ പറയും അതിനെ. അവർക്ക് ബാഹ്യലോകവുമായി യാതൊരു സമ്പർക്കമോ സംബന്ധമോ ഒന്നുമില്ല. ആരെങ്കിലും പുകഴ്ത്തിയാലും ഇനിയല്ല ഇകഴ്ത്തിയാലും ചെളിവാരി എറിഞ്ഞാലും ഉപദ്രവിച്ചാലും
ഇതൊക്കെ അജ്ഞാനത്തിന്റെ പ്രകടനമാണെന്ന് നല്ലതുപോലെ ബോധ്യം വന്ന അവർ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധിവിശേഷത്തോടു കൂടിയവരായതുകൊണ്ട് അതിലൊന്നും അവർക്ക് അല്പം പോലും ഭ്രമമോ ആശങ്കയോ ഉദ്യോഗമില്ലാത്ത ഒരു അത്യുന്നത സ്ഥിതിവിശേഷം. ഇനി ഈ സബീജ സമാധി, നേരത്തെ സൂചിപ്പിച്ച സബീജ സമാധി വീണ്ടും 6 വർഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ 6 പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി, നമുക്ക് പരിശോധിച്ച് ബോധ്യപ്പെടാൻ വേണ്ടിയായിട്ട് ഇങ്ങനെയുള്ള വിഭജനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പൊ അതിലൊന്നാണ് സവിതർക്ക സമാധി, രണ്ടാമത്തേത് നിർവിതർക്ക സമാധി, ഇനിയൊന്ന് സവിചാര സമാധി, നിർവിചാര സമാധി, സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി. എന്താ സവിതർക്ക തർക്കം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ വാദപ്രതിവാദം എന്നാണെന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതിന്റെ അർത്ഥം, താല്പര്യം. സവിതർക്ക സമാധി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടാൽ അതിന്റെ കാരണം അന്വേഷിക്കാനുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകും. കാരണം അന്വേഷിക്കുക. അപ്പൊ നമ്മൾ നടന്നു പോകുമ്പോൾ റോഡിൽ 2 പേര് തമ്മിൽ തല്ലുകൂടുന്നതിന് ചുറ്റും ഒരു ആൾക്കൂട്ടം. പെട്ടെന്ന് അത് എന്താണെന്ന് അറിയാൻ ഒരു താല്പര്യം തോന്നും. നമ്മൾ ചെന്നു, എന്താ വിഷയം? അവിടെ അച്ഛനും മകനും തമ്മിൽ തല്ല നടു റോഡിലെ. അപ്പോൾ ഉടനെ ചോദിക്കും, എന്താ അവർക്ക് വീട്ടിൽ സ്ഥലമില്ലേ? വീട്ടിൽ തല്ല, നടു റോഡ് ഇറങ്ങിയ നാട്ടുകാരുടെ മുമ്പിൽ തല്ലുകൂടാൻ. അപ്പൊ എന്താ കാര്യം എന്നറിയാനുള്ള ഒരു, എന്താണ് ഇതിന്റെ പിന്നിലെന്ന് അറിയാനുള്ള ഒരു പ്രചോദനം. പറയാം, എന്താ മകൻ വെള്ളം കള്ളുകൂടിയാനാ. അപ്പൊ അവന് കുടിക്കാൻ പൈസ ഇല്ല, അമ്മയോട് പണം ചോദിച്ചു. അമ്മയുടെ ഈ പൈസ ഉണ്ടായിരുന്നില്ല, അവര് കൊടുത്തില്ല. ഉടനെ എന്ത് ചെയ്തു? പൈസ കൊടുക്കാത്ത അമ്മയ്ക്ക് 2 തല്ല്. അങ്ങനെ തല്ലി അവരുടെ തലയൊക്കെ പൊട്ടിച്ചു. അവൻ അവിടെ നിന്ന് ചൂടായി ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് അച്ഛൻ വന്നു. അച്ഛൻ വന്നപ്പോൾ അവരാകെ വിഷമിച്ച് കാര്യം പറഞ്ഞു. ഉടനെ അദ്ദേഹം വേണ്ട പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നടത്തി മരുന്ന് മേടിക്കാനായി മെഡിക്കൽ ഷോപ്പിൽ പോയി. അങ്ങനെ മരുന്നും വാങ്ങി വരുന്ന വഴിക്കാണ് മകനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയത്. അവിടെയാണ് അപ്പോഴേക്ക് അയാളുടെ സർവ്വ നിയന്ത്രണം വിട്ട് അവനെ പൊതിരെ തല്ലി. ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ 2 അല്ല 4 അല്ല 8 കിട്ടണം എന്നാ പറയുക. അത് കേട്ടപ്പോൾ സമാധാനമായി. അങ്ങനെ ഒരു കാരണമുണ്ടല്ലോ ഇതിന്റെ പിന്നിൽ. അപ്പം ഒരു കാര്യത്തിന് പിന്നിലുള്ള കാരണത്തെ തെരഞ്ഞു പിടിച്ച് അറിഞ്ഞ് മനസ്സ് സമാധാനം പ്രാപിക്കുന്ന സ്ഥിതി. അപ്പൊ കാര്യകാരണ ബന്ധം അതന്വേഷിക്കാനുള്ള പ്രവണത ഉണ്ടാകും. ഏതും കേൾക്കുമ്പോഴും അതിന്റെ പിന്നാലെ പോയി അതിന്റെ ഒരു കാരണം, ഉറവിടം അന്വേഷിക്കും. അപ്പൊ കാരണത്തിൽ കുറച്ച് കഴിയുമ്പോൾ രണ്ടാമത്തേതോ നിർവിതർക്ക സമാധി. എന്ത് കാര്യം കേട്ടാലും എന്ത് സംഭവം കണ്ടാലും അതിന്റെ മുമ്പിൽ ഇളകാത്ത ഒരു ബുദ്ധിയുടെ ഉടമസ്ഥൻ. അതിന്റെ കാരണം, എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. ഒരു കാരണമില്ലാതെ ഒരു കാര്യവും ഇവിടെ നടക്കില്ല. അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു മുന്നൊരുക്കം നടന്നിട്ടുണ്ടാകും. അപ്പൊ ഏത് സംഭവങ്ങൾ കേട്ടാലും അതിന്റെ പിന്നാലെ അതിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോകാത്ത സ്ഥിതിവിശേഷം, അതന്നെ കാരണത്തിൽ സ്ഥിതി ചെയ്യും. നമ്മൾ കുടുംബത്തിൽ നിങ്ങൾക്കൊക്കെ പറഞ്ഞു കേട്ട് വളരെ അറിയാം, കാര്യസ്ഥനും കാരണവരും കേട്ടിട്ടുണ്ടാകും. കാര്യസ്ഥൻ ഇങ്ങനെ നെറ്റോട്ടം ഓടിക്കൊണ്ടേയിരിക്കും, കാരണവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. കാരണവരിതൊന്നും ചെയ്യില്ല, അയാൾ വെറുതെ ചാലുകസാരയിൽ മുറുക്കി ആരോടെങ്കിലും സംസാരിച്ച് അങ്ങനെ കോലയിൽ കിടക്കല പതിവ്. കാര്യസ്ഥനാണെങ്കിൽ മാർക്കറ്റിൽ പോകുന്നതും തേങ്ങയിടിക്കണതും പണിയാരെ കൊണ്ട് പണിയെടുപ്പിക്കണതും ഒക്കെ നടന്ന് ചെയ്യിക്കണത് കാര്യസ്ഥനാണ്. പക്ഷെ കാര്യസ്ഥന് അല്പം പോലും അവകാശം ഈ സ്വത്തിലില്ല. ഇതൊക്കെ നോക്കി നടത്തണം അദ്ദേഹമാണെങ്കിലും തൻ്റേതാണെന്ന രീതിയിൽ ഇതൊക്കെ നോക്കി നടത്തുന്നുവെങ്കിലും അതിൽ അല്പം പോലും അധികാരം കാര്യസ്ഥനില്ല. എന്നാൽ കാര്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കാര്യസ്ഥൻ. അത്ര ഭംഗിയായിട്ട് ആ ഒരു പദപ്രയോഗം. എന്നാൽ കാരണവർ ഉള്ളിടത്തോളം കാലം കാര്യസ്ഥൻ എന്ത് ചെയ്യേണ്ടി വരും? പണിയെടുത്തുകൊണ്ടേയിരിക്കേണ്ടി വരും. കാര്യസ്ഥനെ അടങ്ങി ഒതുങ്ങിയവരുടെ തിരിക്കണമെങ്കിൽ എന്ത് വേണം? കാരണവര് ഒടുങ്ങണം, കാരണമില്ലാതെയാകണം, പിന്നെ വിശ്രമിക്കാം. അപ്പോ കാര്യം ഉള്ളതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകും എന്നുള്ള തിരിച്ചറിവ്. അപ്പോൾ ഒന്നിൽ ഒരു ഭ്രമമോ ആശങ്കയോ ഒരു കുണ്ഠിതമോ അല്ല ഒരു ഉദ്വേഗമോ ഇല്ലാകാത്ത ഒരു സ്ഥിതിവിശേഷം. ഇത് സാധനാകാലത്ത് സ്വാഭാവികമായി വന്നു ചേരുന്ന മഹത്വങ്ങളാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കേട്ടറിവോ വായിച്ചറിവോ അല്ല, മറിച്ച് സ്വാനുഭൂതിയിലുള്ള അറിവാണ്. ഋതംഭരാബുദ്ധിയിലേക്ക് നമ്മൾ പോകണത്. അപ്പൊ അതിന്റെ ഓരോ പടികളെ പറ്റിയ യോഗസൂത്രകാരൻ വിശദീകരിക്കുന്നത് നമ്മളിവിടെ അനുസ്മരിക്കണത്. അപ്പൊ നിർവിതർക്ക സമാധി, എന്ത് കേട്ടാലും എന്തറിയുമ്പോഴും അതിൽ ഒരു ഭ്രമമില്ലാത്ത മനസ്സിന്റെ നിയന്ത്രണം, ബുദ്ധിയുടെ വിവേകം. എന്തിന്റെ പിന്നിലും ഉണ്ടാകും എന്തെങ്കിലും കാരണങ്ങൾ, അതറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ബസ് മറിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒന്നുകിൽ വണ്ടിയുടെ എഞ്ചിന്റെ തകരാറാകാം, അല്ലെങ്കിൽ ഡ്രൈവറുടെ അശ്രദ്ധയാകാം, അല്ലെങ്കിൽ റോഡിന്റെ കുഴപ്പമാകും. ഒരു കാരണവുമില്ലാതെ ഒന്നും സംഭവിക്കില്ല എന്ന് ഏത് അനുഭവങ്ങളെയും വിലയിരുത്തി അതിന്റെ മുമ്പിൽ ഇത്തരം ഒരു ഉദാസീന നിലപാട് സ്വീകരിക്കുന്ന സ്ഥിതിവിശേഷം നമ്മുടെ വ്യക്തിത്വത്തിൽ വളർന്നു വരേണ്ട ഒരു സ്വഭാവമാണ്. അല്ല കേട്ടിട്ടത് പാലിക്കാൻ പോകരുത്. അത് നമുക്ക് ശാസ്ത്രകാര്യങ്ങൾ കേട്ടിട്ട് അതേപടി അപ്ലൈ ചെയ്യാൻ പോയാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നലെ പറഞ്ഞു ഗുണങ്ങളെ തിരിച്ചറിയാൻ ആഹാരക്രമങ്ങൾ പരിശോധിച്ചാൽ മതി എന്ന് പറയുകയുണ്ടായി.
കഡ്വമ്ല ലവണാത്യുഷ്ണ തീഷ്ണ രൂക്ഷ വിദാഹിന ആഹാര രാജസസ്യേഷ്ട ദുഃഖശോകാമയ. ഇപ്പൊ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ എന്തായിരിക്കും സ്ഥിതി? ചൂടുള്ള എരിവുള്ള ആഹാരം, പുളിയുള്ള ആഹാരം, കടുത്ത ഉപ്പുള്ള ആഹാരം, ഇത്തരം ആഹാര പദാർത്ഥങ്ങളോട് താല്പര്യം ആർക്കുണ്ടോ അവർ രജോ ഗുണപ്രധാനികളാണെന്ന് പറയുമ്പോൾ വീട്ടിൽ പോയി ഇത് കഴിക്കുന്നവരോട് പ്രശ്നം ഉണ്ടാക്കുന്ന എന്തായിരിക്കും വിഷയം? തമ്മിത്തല്ലായിരിക്കും ഫലം. അപ്പൊ അതല്ല, അവരവരെ സ്വയം നിരീക്ഷിച്ച് ഏത് സ്ഥിതിയിലാണ് താൻ നിൽക്കുന്നത് എന്ന് സ്വയം ബോധ്യപ്പെടാനുള്ള നിർദ്ദേശങ്ങളും സൂചനകളും മാർഗങ്ങളുമാണ് ശാസ്ത്രങ്ങളിൽ ധാരാളമായി പ്രതിപാദിച്ചു കാണുന്നത്. അപ്പൊ ശാസ്ത്രങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. ഒരു ഘട്ടം വരെ, നേരത്തെ പറഞ്ഞല്ലോ, ഈ അദ്വൈത ജ്ഞാനസിദ്ധി കൈവരുന്നതുവരെ ഈ ലൗകിക വ്യവഹാരത്തിൽ നാം ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും സങ്കീർണതകളെയും അതിജീവിക്കാനാണ് പലവിധത്തിലുള്ള ശാസ്ത്ര രചനകൾ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിൻ്റെ ആശ്വാസം, പല അനുഷ്ഠാനങ്ങൾ, യോഗ സമ്പ്രദായത്തിൽ ചില അനുഷ്ഠാനങ്ങളുണ്ട്, ഭക്തിപരമായ ചില അനുഷ്ഠാനങ്ങളുണ്ട്, ജ്ഞാനമാർഗം, അങ്ങനെ ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്. എന്തിനു വേണ്ടിയാ? വ്യാവഹാരിക ജീവിതത്തിൽ നമുക്ക് മനസ്സിനെ ഒരു താങ്ങും തണലുമായി ജീവിതത്തിന് ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുന്നതിന് വേണ്ടി ഉപയോഗപ്രദമായ തത്വങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്നവയാണ് ശാസ്ത്രങ്ങൾ. അപ്പം അതുകൊണ്ട് ഒരു ശാസ്ത്രങ്ങളെയും നമുക്ക് തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയോ ചെയ്യേണ്ട കാര്യം വരണില്ല. ഇപ്പം ശങ്കര ഭഗവത്പാദര് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാ? ജഗദ്ഗുരു ശങ്കര ഭഗവത്പാദർ എന്ന വിശേഷണം. അപ്പൊ ചിന്തിച്ചു നോക്കൂ, അദ്ദേഹം ഈ കേരളത്തിലാണ് ജനിച്ചത്. കാലടിയിൽ അദ്ദേഹം ജനിച്ചു വളർന്നു. 8ാമത്തെ വയസ്സിൽ വീട് വിട്ട് ഗോവിന്ദ ഭഗവത്പാദർക്ക് ശിഷ്യപ്പെട്ട് 1200 വർഷത്തോളം പൊടിപിടിച്ചു കിടന്നിരുന്ന നമ്മുടെ ധർമ്മ സാഹിത്യത്തെ മുഴുവൻ അദ്ദേഹം സംശുദ്ധമാക്കി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അപ്പൊ അദ്ദേഹം ജഗദ്ഗുരു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചിന്തിച്ചു നോക്കൂ, ജഗത്തിന് മുഴുവൻ അദ്ദേഹം ഗുരുവായി തീർന്നിട്ടുണ്ടോ? ഭാരതീയർ മുഴുവൻ അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചിട്ടുണ്ടോ? കേരളീയർ എത്ര പേര് അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചിട്ടുണ്ട്? നമ്മൾ മലയാളികൾ എത്ര പേര് ശങ്കര ഭഗവത്പാദരെ ഗുരുവായി വരിച്ചിട്ടുണ്ട്? അപ്പൊ ലോകം മുഴുവൻ ഒരു വ്യക്തിയെ ഗുരുവായി വരിക്കുക എന്നത് പറയണത് ഒരിക്കലും നടക്കാൻ പോണില്ല, സാധ്യമല്ല. അപ്പൊ അതായിരിക്കില്ല ആ പദത്തിന്റെ അർത്ഥം, താല്പര്യം അതായിരിക്കില്ല. നമുക്കൊക്കെ ജഗദ്ഗുരുക്കന്മാരാകാം, എല്ലാവർക്കുമാകും. എങ്ങനെ? ജഗത്ത് ആർക്കാണോ ഗുരുവായി തീർന്നിരിക്കുന്നത് അവരാരാവും? ഈ വിശ്വം ആർക്കാണോ ഗുരുവായി തീർന്നിരിക്കുന്നത് അവർ വാസ്തവത്തിൽ ജഗദ്ഗുരുവായി. ഇപ്പൊ വിശ്വത്തെ ഗുരുസ്ഥാനം നൽകി അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിന്റെ ഇല്ലായ്മയും നശ്വരതയും അർത്ഥശൂന്യതയും വേണ്ടതുപോലെ ഗ്രഹിച്ച് അതിനോടുള്ള ഉദാസീന സമീപനത്തെ വൈരാഗ്യമെന്ന് പറയും. അപ്പോൾ അങ്ങനെയായാൽ നമുക്കും ജഗദ്ഗുരുക്കന്മാരാകാം. അതുകൊണ്ട് ഏത് കാര്യത്തിന്റെ പിന്നിലും വ്യക്തമായ ഒരു കാരണമുണ്ടാകും എന്ന തിരിച്ചറിവ് ആരിൽ വ്യക്തമായി ഉറച്ചിട്ടുണ്ടോ അതാണ് ഈ നിർവിതർക്ക സമാധി പ്രാപിച്ചാലുള്ള ലക്ഷണം പറയുന്നു. അതാണ് സവിചാര സമാധി. ധ്യാനിക്കാനിരിക്കുമ്പോൾ പലർക്കും പറയാം പലതരം വിചാരങ്ങളാണ് വരണത്, പലതരം വിചാരങ്ങൾ. അത് പലതും ഭയമുണ്ടാക്കും, സംഭ്രമമുണ്ടാക്കും, ഉത്കണ്ഠ ജനിപ്പിക്കും. അങ്ങനെ പലതാണ്. കണ്ണടച്ചിരിക്കുമ്പോഴേ എന്തെല്ലാം ചിന്തകളാണ് വരുന്നത്. കഴിഞ്ഞു പോയ കാലം, വരാൻ പോകുന്ന കാലം, വർത്തമാനകാലം, ഇങ്ങനെ പല അനുഭവങ്ങളും ഓർമ്മയിലുള്ളത് അങ്ങനെ തെളിഞ്ഞു വരും. അതൊക്കെ നിരീക്ഷിച്ച് അങ്ങനെ ആതാത് വികാരങ്ങൾക്ക് വിധേയപ്പെട്ട് അങ്ങനെ ഇരിക്കും. അപ്പം അതാണ് വിചാരങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊന്നും നമ്മുടെ ബാഹ്യ അന്തരീക്ഷത്തെ ബാധിക്കാത്ത തരത്തിൽ ആ ഉണർവിനെ അല്ലെങ്കിൽ വിഷയങ്ങളുടെ ഓർമ്മയെ അതേപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അത് സവിചാര സമാധിയുടെ ലക്ഷണമാണ്. പിന്നീട് നിർവിചാര സമാധി. ഇത്തരം എന്തൊക്കെ ചിന്തകൾ ഉണ്ടായാലും ഓർമ്മ ഉണർന്നാലും അതിനോടൊന്നും പ്രതികരിക്കാതെ നിർവികാരമായി ഇരിക്കും. എന്തെല്ലാം കണ്ണടച്ചിരിക്കുമ്പോൾ എന്തെല്ലാം ചിന്തകൾ വന്നു ചേർന്നാലും അതിനെയൊന്നും അതിൻ്റെ പിന്നാലെ ഒന്നും പോകാതെ അത് നൽകുന്ന വികാരങ്ങൾക്ക് വിധേയമാകാതെ നിശ്ചലമായി അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ എന്താ ഗുണം? കുറേ കഴിയുമ്പോൾ മെല്ലെ മെല്ലെ അവയെ നമ്മൾ പരിഗണിക്കുന്നില്ല എന്ന് വന്നാൽ പിന്നെ എന്താ വഴി? മെല്ലെ മെല്ലെ അവർ മടങ്ങിപ്പോകും. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ എന്നും കയറി വരണം. ആദ്യം സ്വീകരിച്ചു, പിന്നെ എന്നും കയറി വന്നപ്പോൾ അത് ശ്രദ്ധ കൊടുത്തില്ല, ശ്രദ്ധിച്ചതും പുള്ളിയെ ശ്രദ്ധിക്കാനും പോയില്ല. പിന്നെ അയാൾ വരില്ലല്ലോ, പിന്നെ അങ്ങോട്ട് കയറി വരികയില്ല. ഇതുപോലെ പലതരത്തിലുള്ള ചിന്തകളും ആഹ്വാനങ്ങളും പ്രേരണകളും ബുദ്ധിമണ്ഡലത്തിൽ ഓർമ്മയിൽ അങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ അതിനെ വേണ്ടതുപോലെ പരിഗണിക്കാനോ അതിന്റെ പിന്നാലെ പായാനോ അതിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ പോകാതെ ഇരുന്നാൽ അത് പിന്നെ ഉണരില്ല, കെട്ടടങ്ങും. ഇതുപോലെ നിർവിചാര സമാധി. ഇത് കഴിഞ്ഞാൽ പിന്നീടാണ് സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി. ചിന്തകളും ഉണ്ടാകില്ല, നിർദ്ദേശങ്ങൾ ഉണ്ടാകില്ല, ആഹ്വാനങ്ങളൊന്നുമില്ലാത്ത പ്രജ്ഞ തന്നെ പരമാത്മാവുമായി ഏകീഭാവത്തിൽ നിൽക്കുന്ന സ്ഥിതിവിശേഷം. പിന്നെയാണ് നിർവികൽപ്പ സമാധി. അവരെ സംബന്ധിച്ച് പിന്നെ ഒരു മടങ്ങിവരവ്, തിരിച്ചുവരവില്ല.
സവികൽപ്പ സമാധിയിലെത്തിയ ഒരു സാധകൻ ഒരു പക്ഷേ മടങ്ങി വന്നേക്കാമെങ്കിലും നിർവികൽപ്പ സമാധി പ്രാപിച്ച ഒരു സാധകന്റെ പ്രജ്ഞയോ അല്ലെങ്കിൽ മനസ്സോ ഒന്നും പിന്നീട് സംസാരത്തിലേക്ക് മടങ്ങി വരാത്ത ഒരു അത്യുന്നതിയിലെത്തും. പ്രാരബ്ധപ്രകാരം ലഭിച്ച ശരീരം അത് പൂർണ്ണമാകുന്നത് വരെ പ്രപഞ്ചത്തിൽ നിലനിൽക്കും. അത് കഴിഞ്ഞാൽ അത് പഞ്ചഭൂതങ്ങളായി വിഘടിക്കും എന്നതല്ലാതെ വീണ്ടും ഒരു ശരീര രൂപീകരണത്തിനുള്ള ഒന്നും അവശേഷിപ്പിക്കാതെ എല്ലാ നിക്ഷേപങ്ങളെയും പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ അവർക്ക് സാധിക്കും. മഹാത്മാക്കളുടെ ഒരു സ്ഥിതിയാണ്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, നിർവിചാര സമാധി എന്ന് പറയുകയുണ്ടായി. ആ നിർവിചാര സമാധി സ്ഥിതിയെയാണ് ഋതംഭരാബുദ്ധി എന്ന് പറയുന്നത്. സത്യത്തിന്റെ പൂർണ്ണമായ അനുഭവത്തിൽ ചേർന്നിരിക്കുന്ന ബുദ്ധിയുടെ സ്ഥിതിവിശേഷം. അപ്പൊ ഈ ഋതംഭരാബുദ്ധി സ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് ഋഷിമാർ തങ്ങളുടെ സാഹിത്യ സൃഷ്ടികളൊക്കെ നടത്തിയിരിക്കുന്നത്. ണ്ടാവും ഋതംഭരാബുദ്ധി സ്ഥിതിയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മുടെ ഋഷിവരന്മാർ സകല ശാസ്ത്രങ്ങളും രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഈ കണ്ട കാലമത്രയും കാലാതിവർത്തിയായി ആ തത്വങ്ങളും സിദ്ധാന്തങ്ങളും ആശയങ്ങളും നിലനിൽക്കുന്നത് ആ പ്രജ്ഞയിൽ നിന്ന് രൂപം കൊണ്ടവയായതാണ്. അതാണ് അതിന്റെ കാരണം. ഏത് സാഹിത്യകാരനും ഒരു കൃതി നിർമ്മിച്ചാൽ അവരുടെ ആയുഷ്കാലത്തിനപ്പുറത്തേക്ക് ഏറിയാൽ ഒരു 200 വർഷം, അതിനപ്പുറത്തേക്ക് ഒന്നും നിലനിൽക്കില്ല. രാമായണവും മഹാഭാരതവും ഉപനിഷത്തുക്കളും ദാർശനിക ഗ്രന്ഥങ്ങളുമൊക്കെ ഇന്നും കാലത്തെ അതിജീവിച്ച് നിലനിൽക്കാൻ കാരണം കാലാതിവർത്തിയായ അല്ലെങ്കിൽ കാലാതീതമായ ഒരു പ്രജ്ഞയിൽ ബുദ്ധിയിൽ നിന്ന് രൂപം കൊണ്ടവയാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ അവരുടെ അനുഭവമാണ് ഒന്ന് ആനന്ദം, പരിപൂർണമായ നിറവ്, സാഫല്യം, നിർവൃത്തി, അതൊന്ന്. രണ്ടാമത്തേത് അറിവ്, സകല വിഷയങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ വസ്തുനിഷ്ഠമായ വ്യക്തമായ കലർപ്പില്ലാത്ത ശുദ്ധജ്ഞാനം, അറിവ്, പൂർണ്ണമായ ഏത് വിഷയങ്ങളെക്കുറിച്ചുമുള്ള അറിവ് മഹാത്മാക്കൾക്ക്. പിന്നീട് നിർഭയത, ഒന്നിന്റെ മുമ്പിലും കൂസാത്ത കുലുങ്ങാത്ത, ഒന്നിനെയും ഭയപ്പെടാത്ത അത്യുത്കൃഷ്ടമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമകളായി മാറിയവര്. പിടിയിട്ടുണ്ടോ പറയണത്? കേൾക്കണുണ്ടല്ലോ. ആനന്ദം, അറിവ്, നിർഭയത, ഇത് മൂന്നും കൂടി സമന്വയിക്കുന്ന ആത്മപ്രസാദമാണ് നിർവിചാര സമാധിയിൽ ഒരു സാധകന്റെ മഹത്വം, ഗുണം. അപ്പൊ ആത്മപ്രസാദം. അവർക്ക് ഒന്നിനെയും പറ്റി ഭയപ്പെടേണ്ട കാര്യം, മരണത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട, ജനനത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട, ജീവിതത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട, ഭാവിയെ ഉത്കണ്ഠ, ഇതൊന്നും അവരെ ബാധിക്കുന്നതേയില്ല. എന്തൊക്കെ തന്നെ നടന്നാലും അതൊന്നും അവരുടെ പ്രജ്ഞയെ അല്പം പോലും മലിനപ്പെടുത്താത്ത തരത്തിൽ അത് പരിണമിച്ചു. ഈ ഒരു പരിണാമ പ്രക്രിയയാണ് വാസ്തവത്തിൽ ഒരു സാധകനെ മഹത്വമുള്ളവനാക്കി മാറ്റുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെയോ ചട്ടമ്പി സ്വാമികളുടെയോ ശിവാനന്ദ സ്വാമികളുടെയോ ഒക്കെ എല്ലാവരുടെയും മഹാത്മാക്കളുടെയൊക്കെ പൂർവ്വചരിത്രം പരിശോധിച്ചാൽ അവരിങ്ങനെ ഒരു സാധനാ പദ്ധതിയിൽ കൂടി സഞ്ചരിച്ച ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ അവരുടെ വ്യക്തിത്വത്തിന്റെ ഘടന തന്നെ മാറിപ്പോവും. അതുവരെ പാലിച്ചിരുന്ന പല ശീലങ്ങളും പല സ്വഭാവ മഹിമകളും മെല്ലെ മെല്ലെ കുഴിഞ്ഞങ്ങോട്ട് മാറും. ചില ആഹാര പദാർത്ഥങ്ങളോടുള്ള താല്പര്യം, ചില വ്യക്തികളോടുള്ള സമീപനം, ചില പദങ്ങളൊക്കെ ഉപയോഗിക്കുന്ന രീതി, ഇങ്ങനെ പലതും മെല്ലെ മെല്ലെ അതിനോടൊന്നും ഒരു താല്പര്യമില്ലായ്മയിലേക്ക്, അതിനൊക്കെ ദ്വന്ദ്വാതീതമായി തീരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. ശത്രു എന്നുള്ള ഭേദമില്ല, സുഹൃത്ത് എന്നുള്ള പ്രത്യേക വ്യത്യാസമില്ല. ആഹാരപദാർത്ഥം എന്ത് കിട്ടിയാലും കഴിക്കും, കിട്ടിയില്ലെങ്കിലും പരാതിയില്ല. ആരെങ്കിലും സ്തുതിച്ചാൽ നിന്ദിച്ചാൽ അത് രണ്ടിലും ഒരു ഭ്രമമില്ല. ഒരാളെ പുകഴ്ത്തിയില്ല എന്ന കാരണത്താൽ ഒരു കോപമോ അവരോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അകൽച്ചയോ പാലിക്കില്ല. അപ്പൊ എല്ലാറ്റിനോടും ഉദാസീനമായ ഒരു സമീപനം പുലർത്താൻ, അറിഞ്ഞുകൊണ്ട് തന്നെ ഉദാസീനമായ സമീപനം പുലർത്താനുള്ള സ്ഥിതി കൈവരിക്കും നിർവിചാര സമാധി. അപ്പൊ ഋതംഭര പ്രജ്ഞയ്ക്ക് ഉടമയായി തീർന്നാലുള്ള മഹത്വ ഗുണവിശേഷങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഇവിടെ വിഷയം എന്താ? ഇപ്പൊ വാസന പൂർണ്ണമായി നിർമാർജനം ചെയ്യപ്പെടണം. അല്പമെങ്കിലും ചെറിയൊരു വിത്ത് അവ്യക്തമായി കിടന്നാൽ തന്നെ അത് പിന്നെ മുളച്ച് പെരുകി വൻവൃക്ഷമായി തീരും. ആൽവൃക്ഷത്തിന്റെ വിത്തിൽ എങ്ങനെയാണോ ആലിന്റെ സംസ്കാരം മുഴുവൻ ഒതുക്കി വെച്ചിരിക്കുന്നത്, അതുപോലെ മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ അന്തർലീനമായിരിക്കുന്ന വാസനകൾ എക്കാലവും പലതരത്തിലുള്ള പ്രേരണകൾക്കായി നമ്മെ എങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും, തകരാറുകളിൽ ചെന്നപ്പെടും. അതാണ് കംസന്റെ പ്രത്യേകത. കംസന്റെ ആ ചരിത്രം നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരൊറ്റ തവണയെ കംസൻ കൃഷ്ണനെ കണ്ടിട്ടുള്ളൂ, രണ്ടാമത് കണ്ടില്ല. ഒരൊറ്റ തവണയാണ് കംസന്റെ ജീവിതത്തിൽ കൃഷ്ണനെ കാണാൻ സാധിച്ചുള്ളൂ. ആ കണ്ടതോടുകൂടി പിന്നെ എന്തായി? കൃഷ്ണനും കംസനും രണ്ടല്ലാതെ ഒന്നേ ആയി തീർന്നു. അതുവരെ ആ കൃഷ്ണത്വത്തിൽ നിന്ന് അകന്നു നിന്ന് കൃഷ്ണനെ എന്നേക്കുമായി നശിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ ആണ് കംസന്റെ പൂർണ്ണമായ അദ്ദേഹത്തിന്റെ കഴിവ് മുഴുവൻ പ്രകടിപ്പിച്ചിരുന്നത്. പല ആൾക്കാരെ പറഞ്ഞു വിട്ടു അല്ലെ. അതിൽ ആദ്യം വന്നതാണ് പൂതന.
അപ്പോൾ അധ്യാത്മ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധകൻ, അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന പരിശ്രമിക്കുന്ന ഒരു സാധകൻ ആദ്യം ചെയ്യേണ്ടത് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുകയും മെല്ലെ അവയെ നിർമ്മാർജ്ജനം ചെയ്യുകയും വേണം. ആദ്യം ആഗ്രഹങ്ങളെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ പുറപ്പെട്ടാൽ കുഴപ്പം എന്താ? നമുക്ക് ദേഹം തന്നത് പ്രകൃതിയാണ്, ലോകമാണ്. ആ ദേഹനിർമ്മിതിക്ക് പിന്നിൽ പ്രകൃതിക്ക് വ്യക്തമായ, പ്രപഞ്ചത്തിന് വളരെ വ്യക്തമായ ഉദ്ദേശ താല്പര്യങ്ങളുണ്ട്. ആ ഉദ്ദേശ താല്പര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പ്രകൃതി വിദഗ്ധയാണ്. മായ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം, സൗകര്യാർത്ഥം. അപ്പോൾ നമ്മുടെ ശരീരം തന്നെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നോക്കൂ. നാം എല്ലാം അമ്മയുടെ ഉദരത്തിൽ ഒരു കോശത്തിൽ നിന്ന് ജീവിതം ആരംഭിച്ചവരാണ്. ഒരൊറ്റ കോശമായിരുന്നു നമ്മളെല്ലാവരും. അത് കഴിഞ്ഞ് ആ കോശം 2 ആയി, 2 4 ആയി, 8 16 32 64 എന്ന കണക്കിൽ ഒരു വിഭജന പ്രക്രിയയ്ക്ക് വിധേയമായി അംഗോപാംഗങ്ങളുള്ള ഈ ശരീരമായി. അപ്പോൾ ആ ഒരു കോശത്തിൽ ഈ ശരീരത്തിന്റെ എല്ലാ രൂപഘടനയ്ക്കുമുള്ള സൂക്ഷ്മമായ ഭാവം, സൂക്ഷ്മമായ സ്ഥിതി ഉണ്ടായിരുന്നു എന്നതിൻ്റെ അർത്ഥം നമുക്ക് തന്നെ ചിന്തിച്ചറിയാം. ഒരു കോശത്തിൽ നിന്നാണ് നമ്മുടെ ഈ ശരീരത്തിലെ ഒരു കോശത്തിൽ നിന്നാണ് അനന്ത ശരീരം പോലും രൂപപ്പെടുന്നത്. അപ്പോൾ അനേക കോശങ്ങളുടെ അണുക്കളുടെ സംഗമമായ ഈ ശരീരം കർമ്മത്തിന് വിധേയമാണ്. ഓരോ കോശങ്ങൾക്കുമുള്ള ധർമ്മം, ആ ധർമ്മത്തിന്റെ സ്ഥൂലമായ ഭാവം കർമ്മം. വളരെ വ്യക്തമാണ് ഇതിന്റെ താല്പര്യം. അപ്പൊ കൈയുണ്ട്, കൈക്കൊരു ധർമ്മമുണ്ട്. ആ കൈയുടെ പ്രവൃത്തിയല്ല കാല് ചെയ്യുക, കാലിന്റെ പ്രവൃത്തിയല്ല ശിരസിനുള്ളത്, കണ്ണിന് വേറൊരു ജോലി, മൂക്കിന് മറ്റൊരു ധർമ്മം. ഇങ്ങനെ സമാന ധർമ്മങ്ങളുള്ള കോശങ്ങളുടെ സമൂഹം അതിൻ്റെ പ്രകടനം നിർവഹിക്കുമ്പോഴാണ് അത് കർമ്മമായി പരിണമിക്കുന്നത്. അപ്പം ധർമ്മം സൂക്ഷ്മമായ ഭാവവും കർമ്മം സ്ഥൂലമായ പ്രകടനവുമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെയുള്ള ആ പരിണാമദശയിൽ വിശേഷപ്പെട്ട ബുദ്ധി വേണ്ടതുപോലെ വിനിയോഗിക്കാനുള്ള സാമർഥ്യവും അവസരവും മനുഷ്യ ജന്മത്തിലുണ്ട് എന്നതാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ പ്രത്യേകത. അതാണ് വൈഭവം, അതാണ് മികവ്, അതാണ്. അത് തിരിച്ചറിഞ്ഞ് യഥാവിധി ഉപയോഗപ്പെടുത്തി പരമലക്ഷ്യം നേടാനുള്ള പ്രചോദനങ്ങളും പ്രേരണകളുമാണ് നമ്മുടെ വൈദിക സാഹിത്യത്തിൽ ഉടനീളം പരാമർശിക്കുന്നത്. അതിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണ ചരിതം നാം ഒട്ടാകെ പരിശോധിക്കുമ്പോൾ ആർക്കും നമ്മുടെ ദൈഹിക ജീവിതത്തിൽ, ലോകവ്യവഹാരത്തിൽ ഒരു കുഞ്ഞുമായുള്ള സമ്പർക്കം, ഒരു കുഞ്ഞിനെ പരിപാലിക്കുമ്പോൾ അതിനോടൊപ്പം ഇരിക്കുമ്പോൾ ലഭിക്കുന്ന സുഖം, സംതൃപ്തി, നിറവ് വേറെ ജീവിതത്തിൽ ഒരു സമയത്തും കിട്ടില്ല എന്നാണ്. അത് വളരെ പ്രത്യേകമാണ്. എന്താ കാരണം? ആ കുഞ്ഞിന്റെ മനസ്സ് നിഷ്കളങ്കമാണ്, നിർമ്മലമാണ്, സംശുദ്ധമാണ്. അത്തരം ഒരു വ്യക്തിത്വ സമ്പർക്കം നമ്മെയും ആ ഒരു തലത്തിലേക്ക് നയിക്കും, ഉയർത്തും. അതുകൊണ്ടാണ് നമുക്ക് കുറെ കഴിഞ്ഞാൽ എന്തായി പിന്നീട് അതങ്ങനെ വളർന്നു വരുമ്പോൾ അതിൽ പ്രാപഞ്ചികമായ വാസനകളോ മാലിന്യങ്ങളോ പെട്ടെന്ന് നിറയുകയോ പൊട്ടി വളരുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തിത്വം വികലമാകുകയും വികൃതമാകുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും നമുക്കത്തരം വ്യക്തിത്വങ്ങളോടുള്ള സമ്പർക്കം അറപ്പുണ്ടാക്കും, വെറുപ്പുണ്ടാക്കും, അകൽച്ചയുണ്ടാക്കും, പലതുണ്ടാക്കും. എന്നാൽ മഹാത്മാക്കളുമായുള്ള സമ്പർക്കം എന്തുകൊണ്ട് നമുക്ക് സംതൃപ്തിയും സന്തോഷവും സാഫല്യവും നൽകും? പൂതനയ്ക്ക് കിട്ടിയതുപോലെ മഹാത്മാക്കളുടെ ഹൃദയം ശുദ്ധമാണ്. വൈകല്യങ്ങളോ വിപരീത ചിന്തകളോ ദ്വൈതഭാവങ്ങളോ ഒന്നുമില്ലാത്ത വ്യക്തിത്വത്തിനുടമകളായതുകൊണ്ടാണ് നമുക്ക് അവരുടെ സമ്പർക്കം അല്ലെങ്കിൽ സാന്നിധ്യം തന്നെ അനുഭൂതി നുകരുന്നത്. അതാ പ്രത്യേകത. അവരുടെ ആകർഷണ വലയത്തിൽ നമ്മൾ പെട്ടാൽ ഒരു കാന്തശക്തി പോലെ നമ്മെ അവരിലേക്ക് വലിച്ചെടുപ്പിച്ച് നിർത്തുന്നതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം ഇതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പൂതനയെ പോലെ മഹാഭാരത രാമായണത്തിൽ ഇതിന് സമാനമായ ഒരു അവതരണം കാണാം. ശ്രീകൃഷ്ണ ജന്മത്തിൽ ആദ്യം അദ്ദേഹം നിർവഹിച്ചത് സ്ത്രീവധമാണ്. അല്ലെ, ആദ്യം പൂതനയെ കൊന്നു എന്നാണ്. രാമായണത്തിലും ഇതിന് തത്തുല്യമായി രാമൻ നിർവഹിച്ചത് എന്താ? പേര് നോക്കൂ, എത്ര സമാനത ഉണ്ടെന്ന് നോക്കൂ. താടകാവധം. വിശ്വാമിത്രന്റെ യാഗരക്ഷ ചെയ്യാൻ വേണ്ടി കൊട്ടാരത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ രാമലക്ഷ്മണന്മാരെ ഒരു കാട്ടിൽ കൂടി സഞ്ചരിക്കാനുള്ള സ്ഥിതി വന്നപ്പോൾ ഒരു വലിയ രാക്ഷസിയുടെ അലർച്ച കേട്ടു. ആ ശബ്ദത്തിന്റെ ഉറവിടം മഹർഷി പരിചയപ്പെടുത്തി കൊടുത്തു. എഴുത്തച്ഛൻ മനോഹരമായി അത് വർണ്ണിച്ചിട്ടുണ്ട്. കാടിത് കണ്ടായോ നീ, കാമരൂപിണിയായ താടക. അവിടെയും കാമരൂപിണിയാണ് താടക, ഇവിടെയും ആഗ്രഹങ്ങളാണ് പൂതന പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ആഗ്രഹങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പരിശ്രമത്തിൽ വിജയിച്ചാൽ അടുത്ത പടിയിലേക്ക് കടക്കാം. അപ്പൊ അതിലൊന്നാമത്തേത് ആഗ്രഹ നിർമ്മാർജ്ജനം എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ പിന്നീട് കഴിഞ്ഞാൽ പിന്നീട് തൃണാവർത്തൻ, രണ്ടാമത്തെ മറ്റൊരു അസുരനാണല്ലോ തൃണാവർത്തൻ. കംസന്റെ കിങ്കരനാണ്. ഭഗവാന്റെ ഒരു ദിവസം യശോദ ഈ കുഞ്ഞിനെ ഗൃഹജോലികൾക്ക് വേണ്ടി വ്യാപൃതയാകാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞിനെ കിടത്തി എന്തോ അടുക്കള ജോലിക്കൊക്കെ പോയി എന്നാണ് പറയണത്. അപ്പൊ എന്ത് ചെയ്തു? കാറ്റായി വന്ന് ഈ കുഞ്ഞിനെ ഉയർത്തിക്കൊണ്ടുപോയി എന്നാ പറയണത്. അപ്പോഴേക്ക് വ്രജമാകെ, ഗോകുലമാകെ പൊടിയായി, പടലമായി. എല്ലാവരും ഓടി വന്നപ്പോഴേക്ക് കുട്ടിയെ കാണാനില്ല.
എന്താ താല്പര്യം വളരെ വ്യക്തമാണ്, വളരെ സ്പഷ്ടമാണ്. അതിൽ ആശയം മാത്രം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. അതായത് രജോ ഗുണത്തിന്റെ ആധിക്യത്താൽ, തൃണാവർത്തനം എന്ന് പറഞ്ഞാൽ ആവരണ ബുദ്ധി, രജോ ഗുണത്തിന്റെ ആധിക്യത്താൽ ഈശ്വരബോധം വിസ്മൃതിയിലാകുന്നു എന്ന സന്ദേശം, എന്ന തത്വമാണ് ഇതിൽ കൂടി വെളിവാക്കുന്നത്. വളരെ തെരഞ്ഞു. എന്നിട്ട് കുറെ കഴിഞ്ഞ പൊടി ഇതൊക്കെ കെട്ടടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, അപകടവുമില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടത്. അപ്പൊ ഇതുപോലെ ആത്മസ്വരൂപത്തെ മൂടുന്ന അല്ലെങ്കിൽ മറച്ചു പിടിക്കുന്ന ആവരണം, നേരത്തെ പറഞ്ഞ നിദ്ര എന്ന് സൂചിപ്പിക്കേണ്ടേ, ഉറങ്ങിപ്പോകും. ചിലപ്പോൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ ഉറക്കത്തിലേക്ക് അറിയാതെ വഴുതി വീണു പോകും, അറിയില്ല. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴാണ് ധ്യാനത്തിൽ നിന്ന് ഉണർന്നു വരുന്നത് പോലെ ഉറക്കം. അപ്പൊ ഇല്ല, അത് സ്വരൂപ വിസ്മൃതിയാണ് നിദ്ര എന്ന് പറയണത്. അപ്പൊ ഇതാണ് അതില്. പിന്നീട് നളകൂപരമണി ഗിരന്മാരുടെ ഒരു കഥ, ഇന്ദ്രിയ ആരാമന്മാരായി കഴിഞ്ഞിരുന്നവരുടെ ഗതി. കുബേരപുത്രന്മാരായിരുന്നു. ധനപദം കൊണ്ട് അവന്മാര് ധർമ്മത്തെ മുഴുവൻ മറന്നു. നാരദ മഹർഷിയെ പോലും പരിഹസിക്കാൻ, ഉപദ്രവിക്കാൻ അവർ പുറപ്പെട്ടു. അതാണ് കഥയിൽ കൂടി പറയണത്. അപ്പൊ ധനമതം കൊണ്ട് അന്ധന്മാരായിത്തീരും. ധനം എത്രത്തോളം വർദ്ധിക്കണുണ്ടോ അത്രത്തോളം അഹങ്കാരം, ധാർഷ്ട്യം, അവിവേകം, ഇതാണ് മനുഷ്യനെ കുഴപ്പത്തിലാക്കുന്നത്. പണം കൂടുന്തോറും അവനെ പലതരത്തിലുള്ള അധർമ്മങ്ങളിലേക്ക് നയിക്കും. എന്നാൽ പണം കൂടാതെ ജീവിക്കാൻ സാധിക്കില്ലല്ലോ. ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ പണം ഒരു സഹായിയാണ്. അപ്പൊ എങ്ങനെയാണ് ധനം ആർജിക്കേണ്ടത്, അതെങ്ങനെ കൈവശം വയ്ക്കണം, എങ്ങനെ അതിനെ വിനിയോഗിക്കണം? ഉത്തമം സ്വാർജിതം വിത്തം, മധ്യമം പിതുരാർജിതം, അധമം സേവയാ ലഭ്യം, സ്ത്രീവിത്തം അധമാധമം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സ്വന്തം പരിശ്രമം കൊണ്ട് ധാർമ്മികമായി നേടുന്ന ധനം വിനിയോഗിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ സ്വസ്ഥതയുണ്ടാകൂ, ശാന്തി ഉണ്ടാകൂ. മറ്റുള്ളവരെ ആപത്തിൽ സഹായിച്ചോ ശുശ്രൂഷിച്ചോ അപഹരിക്കുന്ന ധനം അധമമാണ്. ഇനിയോ മധ്യമം പിതുരാർജിതം, പരമ്പരാഗത സ്വത്തുണ്ടല്ലോ, പിതൃസ്വത്തിന് വേണ്ടി കടിപിടി കൂടുന്ന സന്ദർഭം വരും. ഈ ഒരു പായിൽ ഉറങ്ങി, ഒരു പാത്രത്തിലുണ്ട്, ഒരു ഗർഭപാത്രത്തിൽ വളർന്നു എന്നൊക്കെ പറയാനുണ്ടല്ലോ ആൾക്കാർ. അവരൊക്കെ ആ കുടുംബസ്വത്ത് ഷെയർ നടക്കുന്ന സമയത്ത്, വിഭജിക്കുന്ന സമയത്ത് തമ്മിൽ തല്ലി ഇനി എന്നേക്കുമായി കൂട്ടിമുട്ടാത്ത രീതിയിൽ അകന്നു കഴിയണത് കാണാം. മധ്യമം പിതുരാർജിതം. ഇപ്പൊ ശ്രീരാമന്റെ ജീവിതത്തിൽ നല്ലത് പറയുകയുണ്ടായി. തന്റെ അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി അധികാരവും അത് നൽകുന്ന സൗഭാഗ്യങ്ങളും ജനങ്ങളുടെ അംഗീകാരവും ഒക്കെ വിട്ടൊഴിയാൻ ത്യാഗസന്നദ്ധനായി രാമൻ. ചെറിയമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ സൂര്യാസ്തമനത്തിന് മുമ്പ് രാമൻ അതിർത്തി വിട്ടിരിക്കുമെന്നതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇതറിയുന്ന ദശരഥന്റെ സ്ഥിതി, കൗസല്യയുടെ സ്ഥിതി, ഭരതന്റെ സ്ഥിതി, ലക്ഷ്മണന്റെ ആവേശം, സീതയുടെ നിലപാട്, ഇതൊക്കെ നാം അവിടെ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഒരു സംഭവത്തിന് മുമ്പിൽ, ഒരു സാഹചര്യത്തിന് മുമ്പിൽ നമ്മുടെ വ്യക്തിത്വം എടുക്കുന്ന നിലപാടുകൾ സ്വയം നിരീക്ഷിച്ച് നാം ഏത് സ്ഥിതിയിൽ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ടാകും. അതാണ് നേരത്തെ പറഞ്ഞത്, നമുക്ക് നമ്മെ തിരിച്ചറിയാൻ ആരുടെയും സഹായം വേണ്ട, ആരും ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ല. നാം നമ്മെ ഒന്ന് നിരീക്ഷിച്ച് വിലയിരുത്തിയാൽ മതി. അപ്പം ഈ ഒരു വിലയിരുത്തലും നിരീക്ഷണവുമായിരിക്കണം ധ്യാനത്തിൽ നാം നിർവഹിക്കേണ്ടത്. നാം എത്രത്തോളം എത്തി നിൽക്കണു, ഇതൊക്കെ കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി ഇത് എത്രത്തോളം എൻ്റെ ആന്തരിക ദൗർബല്യങ്ങളെ നിർമ്മാർജ്ജനീയാൻ എനിക്ക് സഹായകമായിട്ടുണ്ട്. ഞാൻ വളർന്നു, അതോ തളർന്നോ, വഴി പിഴച്ചോ, ഗതി മാറിയോ എന്ന് സ്വയം ഒരു സംസ്കരണ പ്രക്രിയയിലേക്ക് നാം നീങ്ങണം. ഇല്ലെങ്കിൽ കാര്യമുണ്ടാകില്ല. അതാണ് ശ്രുതബുദ്ധിയുടെയും യുക്തബുദ്ധിയുടെയും ഒരു പരിധിയെക്കുറിച്ച് സൂചിപ്പിച്ചത്. കേട്ടറിവും വായിച്ചറിവും ചോദിച്ചു മനസ്സിലാക്കലും അന്വേഷിച്ച് കണ്ടെത്തലും വിട്ട് നാം നമ്മെ തന്നെ നിരീക്ഷിക്കാൻ പുറപ്പെടുമ്പോൾ കിട്ടുന്ന അറിവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജ്ഞാനം, നമ്മുടെ ബോധം, നമ്മെക്കുറിച്ചുള്ള വിലയിരുത്തൽ. അതിനാരുടെയും സർട്ടിഫിക്കറ്റോ ആരുടെയും സഹായമോ വേണ്ടെന്നാ പറയണത്. എല്ലാവർക്കും അറിയാം അവരെക്കുറിച്ച്. അതാരും വെളിപ്പെടുത്തേണ്ട. അവരവരുടെ മനസാക്ഷിയുടെ താക്കോൽ ആരുടെ കയ്യിലാണ്? അവരവരുടെ കയ്യിൽ തന്നെയുണ്ട്. അതൊന്ന് തുറന്നാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അറിയാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് വിപരീത ഭാവങ്ങളെയും ദുർഗുണങ്ങളെയും ദൗർബല്യങ്ങളെയും ഓരോന്നോരോന്നായി തിരഞ്ഞെടുത്ത് നീക്കം ചെയ്യാനുള്ള പദ്ധതി നാം കണ്ടെത്തണം. ചിലർക്ക് ഭക്തിമാർഗമായിരിക്കും, ചിലർക്ക് ജ്ഞാനമാർഗം അവലംബിച്ചാൽ വളരെ പെട്ടെന്ന് സാധിക്കും, ചിലർക്ക് യോഗ സമ്പ്രദായം മതിയാകും, ചിലർക്ക് ഇതൊന്നും പറ്റില്ല. ചിലർ പറയുന്നത് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ എൻ്റെ ഭാര്യയുടെ ഫോട്ടോ കണ്ടിരുന്നാൽ മതി. ഓക്കെ, ഒരു വിഷമവുമില്ല. ഭാര്യയുടെ ചിത്രം മുമ്പിൽ വെച്ച് അത് തന്നെ നോക്കിയിരുന്നാൽ മനസ്സ് എല്ലാവിധ ചിന്തകളിൽ നിന്നും വിട്ട് അതിൻ്റെ ഒരു ശാന്തമായ സ്ഥിതിയിൽ അത് തന്നെയാണ് നല്ലത്. എന്താ ഇപ്പൊ കുഴപ്പമെന്താ? ഒരു കുഴപ്പമൊന്നിനില്ല. അതായത് അവിടെ പറയണത് മനസ്സിനെ വൈകാരിക ദൗർബല്യങ്ങളിലേക്ക് നയിക്കാതെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് ബുദ്ധിയുമായി അല്ലെങ്കിൽ അറിവുമായി ഏകീഭവിപ്പിക്കാൻ ഈ ഒരു പദ്ധതി നമുക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ഇത് സ്വീകരിക്കാൻ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. കുട്ടിയുടെ ഫോട്ടോ കാണാം, ഏതെങ്കിലും പ്രതീകങ്ങൾ, ഇതൊന്നും. അതാണ് നേരത്തെ അവനവന്റെ ദൗർബല്യങ്ങളെ തിരിച്ചറിഞ്ഞ് ആ ദൗർബല്യങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ശാസ്ത്രീയമായ പദ്ധതി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ വിജയിക്കാൻ സാധിക്കും. അവിടെയാണ് അനുകരണമോ പ്രബോധനമോ നിർദ്ദേശമോ നിർബന്ധമോ അല്ല നമ്മെ ശരിയായ പഥത്തിലേക്കും തലത്തിലേക്കും നയിക്കുന്നത്.
അപ്പം ആ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ ഒരു അവസ്ഥാവിശേഷം നമുക്കുണ്ടാകും, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അപ്പോൾ അവിടെ ദൗർബല്യങ്ങളെ നമ്മൾ പിന്നെ പരിഗണിക്കാതിരിക്കേണ്ടി വരും. പരമ്പരാഗതമായ ശീലങ്ങളെ നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. നാം കേട്ട് പരിചയിച്ചിരുന്ന പലതരത്തിലുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അവിടെ നിർത്തേണ്ടി വരും. നമുക്ക് നമ്മുടേതായ ഒരു പദ്ധതിയും പന്ഥാവും തിരഞ്ഞെടുക്കേണ്ടി വരും. അതിലൊരു ഭയവും ഒരു മടിയും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം പ്രബോധനങ്ങൾ, ഇത്തരം സത്സംഗങ്ങൾ നാം നടത്തേണ്ടി വരുന്നത്. അപ്പോൾ വായിച്ചറിഞ്ഞതും കേട്ടു മനസ്സിലാക്കിയതുമൊക്കെ കൂടുതൽ കൂടുതൽ ഉറപ്പിക്കാൻ മനനം ചെയ്ത് അത് നമ്മിൽ ഒരു തത്വമായോ ഒരാശയമായോ ഒരു ആദർശമായോ ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ ഒരു പൊതുവേദിയിലിരുന്ന് ഒരു വിഷയത്തെക്കുറിച്ച് പലരും പലതരത്തിൽ അവതരിപ്പിക്കുമ്പോൾ ബഹുജനങ്ങളാണ് ഒരു സഭയിൽ കേൾക്കാനായി വരിക. ശ്രവണം അതാ സാമൂഹികമാണെന്ന് പറയാൻ കാരണം പലരുമാണിത് കേൾക്കുന്നത്, പറയുന്നത് ഒരാളാണ്. അപ്പൊ പലരും കേൾക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിധ്വനികളും പ്രത്യാഘാതങ്ങളും ഒക്കെയാണ് ഓരോരുത്തരും ഇത് സൃഷ്ടിക്കുക. അപ്പം ഒരു പ്രവക്താവിന്റെ വിവരണം, ആ വിവരണത്തിന് ഉപോദ്ബലകമായ സിദ്ധാന്തങ്ങളും ആശയങ്ങളും അനുഭവങ്ങളും ഒക്കെ അത് അവതരിപ്പിക്കുമ്പോൾ അതുമായി താതാത്മ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ഏകീഭവിച്ചുള്ള സാധകനോ അല്ലെങ്കിൽ ജിജ്ഞാസുവിനോ അത് വളരെയധികം പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ് ഇത്തരം പൊതു സംരംഭങ്ങളുടെ പ്രസക്തി വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്നത്. പഴയകാലത്ത് ഗുരുകുല വിദ്യാഭ്യാസം നിലനിന്നിരുന്ന കാലത്ത് ഒരു വ്യക്തിയുടെ ഉള്ളിലെ ഗുണവിശേഷങ്ങൾ എന്ത്, അതിനെ എങ്ങനെ ശരിയായ ദിശയിൽ നയിക്കാമെന്ന് ആചാര്യന് വേണ്ടതുപോലെ ഗ്രഹിക്കാൻ സാധിച്ചിരുന്നു. അവരെ അത് മാർഗത്തിൽ വളർത്താൻ സാധിച്ചിരുന്നു. അവരുടെ ഗുണവിശേഷങ്ങളെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയുക്തമാക്കാനുള്ള പരിശീലനങ്ങളും അതിനുള്ള അവസരങ്ങളും തുറകളും നൽകിയിരുന്നു. അപ്പൊ അങ്ങനെയാണ് വർണ്ണവ്യവസ്ഥത്തിന്റെ രൂപം കൊണ്ടത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗ വളരെയധികം ചർച്ച ചെയ്യുന്നതും ഒട്ടേറെ പേർ ദുർവ്യാഖ്യാനം ചെയ്യുന്നതുമായ ഒരു ശ്ലോകമായി നമുക്കിതിനെ കാണാം, പലപ്പോഴും കേൾക്കാം. ഈ വർണ്ണവ്യവസ്ഥ നാം നമ്മിൽ പരിശോധിച്ചാൽ നമ്മിലുണ്ട് ഈ വർണ്ണവ്യവസ്ഥ. ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുക, സത്യത്തെക്കുറിച്ച് എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ ബുദ്ധിയുടെ വിശേഷങ്ങളാണ്. ഈ ബുദ്ധി നിലനിൽക്കുന്നത് എവിടെയാ? മസ്തിഷ്കത്തിലാണ്. മസ്തിഷ്കം എവിടെ? തലയിൽ, ശിരസിൽ. പിന്നെ ബ്രാഹ്മണധർമ്മം ശരിയാമണ്ണം പാലിക്കുന്നത് മനുഷ്യന്റെ മസ്തിഷ്കം, ശിരസാണ്. അത് കഴിഞ്ഞാലോ ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് കരങ്ങളാണ്. അപ്പൊ ധർമ്മപരിപാലനം നടത്തുന്ന ഹസ്തങ്ങളാണ് വാസ്തവത്തിൽ ക്ഷത്രിയ ധർമ്മം നമ്മിൽ നിർവഹിക്കുന്നത്. ഈ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള എല്ലാ ഊർജഗണങ്ങളും യഥാസ്ഥാനത്ത് യഥാസമയത്ത് എത്തിക്കുക എന്നുള്ള ചുമതല വഹിക്കുന്ന ഒട്ടേറെ ഇന്ദ്രിയങ്ങൾ, ഒട്ടേറെ ഗ്രന്ഥികളുടെ സമൂഹമാണ് ഉടൽ എന്ന് പറയുന്നത്. അവിടെ ഹൃദയമുണ്ട്. രക്തം പമ്പ് ചെയ്യാൻ ഹൃദയം വേണം. ഹൃദയത്തിന് അത് വേണ്ടതുപോലെ എല്ലാ സ്ഥലത്തും എത്തിക്കാനുള്ള സമ്മർദ്ദം നൽകുന്ന ശ്വാസകോശം വേണം. അപ്പൊ രക്തത്തിലേക്ക് വേണ്ടത്ര പോഷകങ്ങൾ വലിച്ചെടുക്കണമെങ്കിൽ അതിൽ ആമാശയത്തിലെ ആകാരം എത്തണം. ആഹാരം ചെറിയ ചെറിയ ഘടകങ്ങളാക്കി വിഭജിച്ച് അതിന്റെ സൂക്ഷ്മ ഘടകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ടാകണം. എന്നിട്ട് അതിന്റെ അവശിഷ്ടമുണ്ടല്ലോ അത് പുറന്തള്ളപ്പെടണം. ഇതിനൊക്കെ സഹായിക്കാൻ വേണ്ട ഗ്രന്ഥികൾ, പ്രേരകങ്ങൾ ഒക്കെ വേണം. ഇതെല്ലാം കൂടിയുണ്ട് ഉടലിൽ. നോക്കൂ എന്തെല്ലാം ഗ്രന്ഥികളും അവയുടെ പ്രവർത്തനങ്ങളും ആ ഉടലിൽ നടക്കുന്നത്. അപ്പൊ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, വൈശ്യധർമ്മം നമ്മുടെ ഉടലിൽ നിർവഹിക്കപ്പെടുന്നുണ്ട്. പിന്നെയോ ഇത് മുഴുവൻ ശിരസും കൈകളും ഉടലും താങ്ങി നിർത്തുന്നതാണ് കാലുകൾ. അപ്പൊ ആ ശൂദ്രധർമ്മം നമ്മുടെ കാലുകൾ നിർവഹിക്കുന്നുണ്ട്. സഞ്ചരിക്കാൻ കാലുകളില്ലാതെ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഒരു വിപുലമായ ദൃശ്യമാണ് സമൂഹം. അപ്പൊ ആ സമൂഹത്തിൽ വിശ്വപുരുഷനിൽ ഈ ധർമ്മങ്ങളൊക്കെ ആരാരിലാണോ നിക്ഷിപ്തമായി അവർ പാലിക്കപ്പെടുന്നത് അവരെ അതാത് വർണ്ണങ്ങളിൽ ഉൾപ്പെടുത്തുക എന്ന് മാത്രമേ ആചാര്യൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകൂ. ഇപ്പൊ സമാജത്തിന്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ട ആഹാരപദാർത്ഥങ്ങൾ ഉൾപ്പെടെ മുഴുവൻ ഉത്പാദിപ്പിച്ചെത്തിക്കുക എന്നുള്ള ധർമ്മം വൈശ്യന്റേത്. ധർമ്മം വേണ്ടതുപോലെ പാലിക്കണം, മര്യാദ എക്കാലം സമൂഹത്തിൽ നിലനിൽക്കണം എന്നുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടി ഭരണശാസ്ത്രം പഠിച്ച് നിർവഹിക്കപ്പെടുന്നവർ ക്ഷത്രിയര്. നിസ്വാർത്ഥനായി സമാജത്തിന്റെ ഉന്നമനത്തിനും കെട്ടുറപ്പിനും ഭദ്രതയ്ക്കും വേണ്ടി തപസ്സും അവരുടെ അറിവും എല്ലാം നിസ്വാർത്ഥമായി നൽകിക്കൊണ്ടിരിക്കുന്ന ആദർശധീരന്മാര് ബ്രാഹ്മണര്. ഈ മൂന്ന് വർണ്ണികളെയും അവരുടെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ട സഹായം ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടാകുന്ന ശൂദ്രവർണ്ണികൾ എല്ലാവരും വേണം. അപ്പൊ ഈ വർണ്ണധർമ്മങ്ങൾ നമ്മിലുണ്ട്. ആ നമ്മിലുള്ള വർണ്ണധർമ്മങ്ങൾ തന്നെയാണ് ബാഹ്യലോകത്ത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തിരിച്ചറിഞ്ഞ് വർഗീകരിച്ചു ശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തി എന്ന് മാത്രമാണ് ആചാര്യം ചെയ്തിരിക്കുന്നത്. ഏത് പ്രസ്ഥാനത്തിലായി ഇതില്ലാത്തത്? ഏത് സംഘടനയിലായി ഈ ഒരു വിഭജനമില്ലാത്തത്? ഏത് സ്ഥാപനത്തിലായി ഇല്ലാത്തത്? ഇപ്പൊ സർക്കാർ ഉദ്യോഗത്തിൽ തന്നെ കാണാമല്ലോ ഈ ക്ലാസ് 4, ക്ലാസ് 2, ക്ലാസ് 3 എന്താ അങ്ങനെ വെച്ചിരിക്കുന്നത്? അപ്പൊ എല്ലായിടവും ഉണ്ട് ഈ വർണ്ണവിഭജനം അനിവാര്യമായ ഒരു ദൗത്യമാണ്. അപ്പൊ അതിനെ യഥാവിധി മാനിക്കുകയും അതിന്റെ വിപരീത ഭാവങ്ങളുണ്ടെങ്കിൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്യുകയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അതിന് ശാസ്ത്രം നമുക്ക് സഹായകമായി വരും. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ഭാഗവതത്തിലെ അധ്യാത്മധർമ്മങ്ങൾ പരിശോധിക്കുമ്പോൾ അത് നമ്മിൽ ഏത് സ്ഥിതി
സ്ഥിതിയിൽ എത്തിച്ചിരിക്കണു നമ്മുടെ സാധന എന്ന് പരിശോധിക്കാനുള്ള ശ്രമവും കൂടി നമുക്കുണ്ടാകണം. 10ാമത്തെ സ്കന്ധത്തിൽ വിപുലമായി ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രതികൂലമായി നിൽക്കുന്ന നമ്മിലെ ദൗർബല്യങ്ങളെയും ദുർഗുണങ്ങളെയും തിരിച്ചറിയാൻ നാം നമ്മിലേക്ക് തന്നെ മടങ്ങേണ്ടിയിരിക്കുന്നു. അതിനു പറ്റിയ ഒരു ജീവിത പദ്ധതി നമുക്ക് തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. അതിൽ ശരീരത്തിന് നേരത്തെ പറഞ്ഞു പ്രകൃതിയാണ് നമുക്ക് ലോകം തന്നതെങ്കിൽ, പ്രകൃതിയാണ് നമുക്ക് ദേഹം തന്നതെങ്കിൽ ആ ദേഹം കൊണ്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാമർഥ്യവും ആർക്കുണ്ട്? പ്രകൃതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ആഹ്വാനങ്ങളെയും പ്രേരണകളെയും ആവശ്യങ്ങളെയും മാന്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് പ്രകൃതിയുടെ ആക്രമണത്തിൽ നിന്ന് എപ്പോഴും രക്ഷപ്പെട്ടു നിൽക്കാൻ സാധിക്കുക. അതിൽ ആഹാരത്തിലും പെരുമാറ്റത്തിലും സംഭാഷണത്തിലും പ്രത്യേകമായ ചില നിഷ്കർഷകൾ പാലിക്കാൻ നമ്മുടെ പൂർവ്വന്മാർ നമ്മെ ശീലിപ്പിച്ചു, പഠിപ്പിച്ചു. ആഹാരത്തിലുണ്ട്, പെരുമാറ്റത്തിലുണ്ട്, ജീവിതയാത്രയിൽ നാം സ്വീകരിക്കുന്ന നിലപാടുകളിലൊക്കെ ധർമ്മത്തെയും സത്യത്തെയും മാനിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഒരു ജീവിത പദ്ധതി, ജീവിത പ്രക്രിയയാണ് സനാതനധർമ്മത്തിന്റെ വൈശിഷ്ട്യം അല്ലെങ്കിൽ മഹത്വം. അതാണ് ലോകം മുഴുവൻ ആകർഷിക്കപ്പെടുന്നതും ലോകരെ മുഴുവൻ ഭാരതത്തിലേക്ക് വലിച്ചെടുപ്പിക്കുന്നതും. അതിൻ്റെ ആ മഹത്വവും വൈഭവവും തിരിച്ചറിഞ്ഞ ആ പാരമ്പര്യത്തിൽ അഭിമാനിക്കുകയും ആ അഭിമാനത്തോടു ജീവിക്കുകയും അത് വരും തലമുറകൾക്ക് കൈമാറിക്കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ഒരു ഭാരത പൗരനാകുന്നത്. പലപ്പോഴും പറയാറുണ്ട്, ചെറുപ്പത്തിൽ ഇതൊക്കെ ശീലിക്കേണ്ട ആചാര്യമര്യാദകളൊക്കെ പാലിച്ച് ശാസ്ത്രം വേണ്ട തരത്തിൽ പഠിച്ച് വളരുമ്പോഴാണ് അവരുടെ വ്യക്തിത്വം വേണ്ടത്ര വികസിക്കുന്നത്. ഇനി ഒന്ന് കാര്യം, അറിയേണ്ട വിഷയങ്ങൾ, ഇത് പലപ്പോഴും പറയാറുണ്ട്, അറിയേണ്ട വിഷയങ്ങൾ അറിയേണ്ട സമയത്ത് അറിയേണ്ടവരിൽ നിന്ന് അറിയേണ്ടതുപോലെ അറിയുമ്പോൾ മാത്രമേ അത് എന്താകൂ? അറിവാകൂ. അറിയേണ്ട വിഷയങ്ങൾ അറിയേണ്ട സമയത്ത് അറിയേണ്ടവരിൽ നിന്ന് അറിയേണ്ടതുപോലെ അറിയുമ്പോഴേ അത് അറിവാകൂ. ഇപ്പം നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ഇപ്പോഴുള്ള ഗൃഹങ്ങളിലെല്ലാം വീടുകളിലെല്ലാം കുട്ടികൾ വളരെ ചെറുപ്പത്തിലേ തന്നെ സാങ്കേതിക വിദഗ്ധരാണ്. 5ാമത്തെ വയസ്സാകുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനും മൊബൈൽ അത് കുത്തി പിടിക്കാനും ഒക്കെ നമ്മൾ അഭിമാനിക്കും. കുട്ടിയുടെ ബുദ്ധി വളർച്ച, അവരുടെ മികവ്, കഴിവ്, അതിലിങ്ങനെ രോമാഞ്ച കഞ്ചുകമണിയുമെന്ന്. പക്ഷെ അത് അറിവല്ല ഒരിക്കലും. 15ാമത്തെ വയസ്സിൽ അറിയേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് 5ാമത്തെ വയസ്സിൽ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അറിവല്ല, അത് വൈകല്യമാണ്. അതറിയണം. അത് വൈകല്യമാണെന്ന് മാത്രമല്ല, അതാണ് ജീവിതത്തെ വികലമാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അറിയേണ്ട സമയത്ത് അറിയണം. ഇതുപോലെയാണ് തത്വജ്ഞാനവും ശാസ്ത്രതത്വങ്ങളും അതുപോലെയാണ്. അറിയേണ്ട സമയത്ത് അറിയേണ്ടവരിൽ നിന്ന് അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല എങ്കിൽ അത് തെറ്റിദ്ധാരണയ്ക്കും അപകടത്തിനും വഴിയൊരുക്കും. അവിടെയാണ് ഗുരുവിൻ്റെയും ഗുരുശിഷ്യ സമ്പ്രദായത്തിൻ്റെയും പ്രാധാന്യം. ആചാരമര്യാദയോടുകൂടി വിനയാന്വിതനായി സാധനാ മാർഗങ്ങളിൽ പ്രവേശിച്ച് ഗുരുശുശ്രൂഷ നിരതനായി കഴിയുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അധ്യാത്മതത്വ ദർശനവും അല്ലെങ്കിൽ ഉപദേശങ്ങളും സാരാംശങ്ങളും യഥാവിധി പാലിക്കാനുള്ള ഒരു ശീലം ഉണ്ടാകാത്തിടത്തോളം കാലം ഇതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ നിലനിൽക്കുമെന്നാണ്. ആചാര്യാത് പാദമാധത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സബ്രഹ്മചാരിഭ്യോ പാദം കാലക്രമേണ. അധ്യാത്മവിദ്യയുടെ പൂർത്തീകരണം ഈ രീതിയിലായിരിക്കണം എന്നൊരു നിഷ്കർഷ ഭാരതത്തിനുണ്ട്. അപ്പോൾ ഒരു ഗുരുവിനെ അതായത് നമ്മുടെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് ഓർമ്മയുണ്ടാകും, നമ്മുടെ ദൗർബല്യങ്ങൾക്കും ദുർഗുണങ്ങൾക്കും പാരമ്പര്യ സ്വഭാവങ്ങൾക്കും ചേർന്ന തരത്തിൽ ഉള്ള ഒരു പന്ഥാവ് തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിക്കുന്ന യോഗ്യനായ ഒരു ഗുരുവിനെ കിട്ടിയാലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗുരുക്കന്മാരൊക്കെ ഏത് തരത്തിലുള്ളവരാ? നമുക്ക് യോജിച്ച ഗുരുക്കന്മാരാ. അപ്പോൾ ആരെയും പരാതി പറയാനോ ആരെയും പഴി പറയാനോ പോകേണ്ട കാര്യമേ വരണില്ല. നമുക്ക് യോജിച്ചത് നമുക്ക് വേണ്ട സമയത്ത് വന്നു ചേരും. നമുക്ക് വേണ്ടത് വേണ്ട സമയത്തേ വന്നു ചേരുകയുള്ളൂ. അപ്പോൾ ഒരു ക്ഷമയോടുകൂടി ഉത്സാഹത്തോടുകൂടി ആവേശം നഷ്ടപ്പെടാതെ ആത്മാർത്ഥമായി സത്യസന്ധമായി സ്വയം നിരീക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറണം. അവിടെ നമുക്ക് പലപ്പോഴും ഒരു മാർഗവിഭ്രംശം സംഭവിക്കുന്നത് അവിടെയാണ്. ശരിയായ തരത്തിൽ ജീവിക്കാനുള്ള ഒരു ശ്രമം, തീവ്രമായ ശ്രമം പലപ്പോഴും ഉണ്ടാകാതെ പോകണം. അതിലൊരു സമർപ്പണഭാവം വരുന്നില്ല, വിനയാന്യുതത്വം അതുണ്ടാകണില്ല, കൃത്യനിർവഹണ ശ്രദ്ധയുണ്ടാകണില്ല. അപ്പോൾ ഇങ്ങനെ അവശ്യം സ്വീകരിക്കേണ്ട ഗുണമൂല്യങ്ങൾ പാലിക്കാതെ ഉയരാം എന്ന് കരുതിയാൽ അത് അബദ്ധവും അപകടവും തെറ്റിദ്ധാരണയും വളർത്തും. അതാണെന്ന് പൊതുവേ കണ്ടുവരുന്നത്. ആ ഒരു ദൗർബല്യവും ദോഷവും സമൂഹത്തിൽ നീക്കം ചെയ്യാൻ ഇത്തരം പദ്ധതികൾക്ക് സാധിക്കും. ശാസ്ത്രം സത്യമായി തുറന്നു പറയാനും വളച്ചുകെട്ടില്ലാതെ വളച്ചൊടിക്കാതെ കലവറയില്ലാതെ കലർപ്പില്ലാതെ തുറന്ന് അവതരിപ്പിക്കാനുള്ള സംഗമവേദികളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അവിടെ സ്വയം വിലയിരുത്താനും വിമർശനാത്മകമായി സമീപിക്കാനും സ്വയം അതിൻ്റെ ഒരു അനുഭൂതിയിലേക്ക് എത്താനുമുള്ള ഒരു തീവ്രശ്രമം ഓരോരുത്തരിലും ഉണ്ടായേ മതിയാകൂ. അതിനുള്ള പരിശീലന കളരിയായി ഇത്തരം സംഗമങ്ങളെ നാം കണ്ടേ പറ്റൂ.
അപ്പോൾ ഇവിടെ നിന്ന് പലരും പലതരത്തിൽ, ഞാനുൾപ്പെടെ ഒരു പ്രവക്തൃ നിരയിൽ പങ്കെടുത്തവരെല്ലാം പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾക്കും ആഹ്വാനങ്ങൾക്കും ഇവിടെ ഈ വേദി ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങളിൽ അത് ഏത് തരത്തിലുള്ള ഒരു സ്വാധീനം, ഏത് തരത്തിലുള്ള ഒരു ആന്തരികമായ പ്രചോദനം സൃഷ്ടിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ പന്ഥാവ് തുടരുക. എല്ലാവർക്കും എല്ലാ മാർഗവും സ്വീകാര്യമാകണമെന്നില്ല, പറ്റുകയുമില്ല, അത് ആവശ്യവുമില്ല. അപ്പം അവരവരുടെ ജീവിത ചുറ്റുപാടുകൾക്ക് ചേർന്ന സാധനാ പദ്ധതി തിരഞ്ഞെടുത്ത് അതിൽ മെല്ലെ ക്ഷമയോടുകൂടി ശാന്തമായി സഞ്ചരിച്ച് മുന്നേറാൻ സാധിക്കുമെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ അതിന് നിരാശയോ ഭയമോ അസ്വസ്ഥതകളോ ഒന്നും അവിടെ ആവശ്യമേ ഇല്ല. പലപ്പോഴും പറയും ഞങ്ങൾ ഗൃഹാംഗങ്ങളാണ്, കുടുംബജീവിതത്തിലാണ്. അതിനിപ്പോൾ എന്താ വിഷമം? കുട്ടികളുണ്ടായി, അത് വലിയൊരു തെറ്റല്ല. ഇനിയോ അവരെ നല്ലതുപോലെ വിദ്യാഭ്യാസം ചെയ്യിച്ചു, അത് ആവശ്യമാണ്. ഗൃഹസ്ഥന്മാരെന്ന നിലയ്ക്ക് ധർമ്മം യഥാവിധി പാലിക്കാൻ തയ്യാറായാൽ മതിയാകൂ. അവരെ നല്ലതുപോലെ പഠിപ്പിച്ചു, നല്ല ഉദ്യോഗം വാങ്ങിക്കൊടുത്തു, നല്ല ജോലിയായി അവരെയൊക്കെ വിവാഹം കഴിപ്പിച്ചയച്ചു. എല്ലാവരെയും നല്ല വഴിക്കാക്കി. കൊള്ളാം, അഭിമാനം, സന്തോഷം. എല്ലാവരെയും നല്ല വഴിക്കാക്കിയതിൽ നമുക്ക് അഭിമാനിക്കാം. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പറയേണ്ടത് എന്താ? സ്വാമിജി, ഞങ്ങൾ കുട്ടികളൊക്കെ വളർത്തി വലുതാക്കി നല്ല വഴിക്കാക്കി, എന്നിട്ട് ഇപ്പം അവരെല്ലാം കൂടി ഞങ്ങളെ ഒരു വഴിക്കാക്കി. ഇങ്ങനെ ആവരുത്. നല്ല വഴിക്കാക്കിക്കോളൂ, അത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ, അതിന് സമാന്തരമായി നാം ഒരു നല്ല വഴി കണ്ടെത്തിയിരിക്കണം. അതിനുള്ള സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും മാർഗദർശനങ്ങളുമാണ് ഇത്തരം പൊതുവേദികളിൽ നിന്ന് ലഭിക്കുന്നത്. അതിനെ സ്വാംശീകരിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതിൻ്റെ നന്മ അനുഭവിച്ച് വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു മനോഭാവവും കൂടി നമുക്കെല്ലാവർക്കും ഉണ്ടായേ മതിയാകൂ. അപ്പം അതിൽ ഉള്ള ഒരു ശ്രദ്ധയും താല്പര്യവും പൊതുജനങ്ങളിൽ ധാർമ്മികമായി വർഷിക്കുക, അതിലവരെ പ്രബുദ്ധരാക്കുക എന്നതുകൂടി ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൻ്റെ ചുമതലകളിൽ ഒന്നാണ്. അപ്പോൾ വരും തലമുറകൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ജ്ഞാനം, പരമ്പരാഗതമായ ഏതെങ്കിലും ശീലങ്ങളും മതപരമായ ഏതെങ്കിലും അനുഷ്ഠാനങ്ങളും നിർബന്ധവും അടിച്ചേൽപ്പിക്കുകയല്ലാതെ അവരിലെ വ്യക്തിത്വ വികാസത്തിന് വേണ്ട ധാർമ്മികമായ നിർദ്ദേശങ്ങളും പരിശോധനകളും പരിശീലനങ്ങളും ഒക്കെ നടക്കണം. പക്ഷെ അത് ഇന്നത്തെ ചുറ്റുപാടിൽ കാണാനില്ല. മതപരമായ വിദ്യാഭ്യാസം എന്നത് വിട്ട് ധാർമ്മികമായ ഒരു പ്രബുദ്ധതയിലേക്ക് അവരെ നയിക്കാനുള്ള ശ്രമം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നും ഒക്കെ ഉണ്ടാകണം. മാതാപിതാക്കളാണല്ലോ കുട്ടികൾക്കുള്ള ആദ്യത്തെ ഗുരു. അച്ഛനമ്മമാരുടെ സംഭാഷണം, അവരുടെ ശീലങ്ങൾ, അവരുടെ പൊതുവായ ആചാരങ്ങൾ, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അവരുടെ സംഭാഷണങ്ങളും പ്രവൃത്തികളും ഒക്കെ കുഞ്ഞ് നിരീക്ഷിക്കുന്നുണ്ട്. അതാണ് അവനിൽ ചില വൈകല്യങ്ങളും സ്വഭാവദൂഷ്യങ്ങളും ചെറുപ്പത്തിലേ കുത്തി നിറയ്ക്കാൻ കാരണമാകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് വിദ്യാലയത്തിലേക്ക് ചെല്ലുകയായി. അവിടെ പിന്നെ മാതാപിതാക്കളേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അധ്യാപകരുമായിട്ടാണ്. അപ്പം പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളും മാതൃകകളുമൊക്കെയാണ് അവർ പാലിക്കാൻ ശ്രമിക്കുക. അപ്പം അവിടെയും വൈകല്യമാണെന്ന് അറിഞ്ഞിരിക്കണമെങ്കിൽ പിന്നെ കുഴപ്പത്തിലാവുമല്ലോ. അപ്പം നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും ചില ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിച്ചു നിർത്തി പ്രാർത്ഥനയും പ്രതിജ്ഞയും ചൊല്ലിക്കാറുണ്ട്. പലപ്പോഴും പറയാറുണ്ട് ആ കാര്യം. മിക്ക സ്കൂളുകളിലും കാണാം. മതപരമായ മതസംഘടനകൾ നടത്തുന്ന സ്കൂളുകളാണെങ്കിൽ മതപരമായ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അസംബ്ലിയിൽ ചൊല്ലാറുണ്ട്. പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് എല്ലാവരെയും വിളിച്ചു നിർത്തി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കും. ആംഗലേയ ഭാഷ മാധ്യമമായി പഠിപ്പിക്കുന്ന സ്കൂളുകളിലാണെങ്കിൽ ഇംഗ്ലീഷ് പ്രതിജ്ഞയുണ്ടാകും. മലയാളമാണ് മാധ്യമമെങ്കിൽ മലയാളം പ്രതിജ്ഞയുണ്ടാകും. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആംഗലേയ ഭാഷയിൽ അങ്ങോട്ട് തട്ടിവിടും. മലയാളത്തിലാണെങ്കിൽ ഇന്ത്യ എൻ്റെ നാടാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുള്ള എന്നങ്ങോട്ട് പോവും അതിൻ്റെ പ്രതിജ്ഞ. കൊള്ളാം, തെറ്റണമെന്ന് പറയണില്ല. എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിദ്യാഭ്യാസം ഓരോ വ്യക്തിയിലും ഉണ്ടാക്കേണ്ട മികവെന്ത്, മൂല്യമെന്ത്, അതിൻ്റെ പ്രകടനമെന്ത്, എന്തായിരിക്കണം എന്ന് അവരിൽ എന്നും ഓർമ്മിപ്പിക്കുന്ന, നമ്മൾ യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. മൃത്യുഞ്ജയ ഹോമം നടത്തിയപ്പോൾ ഇനിതാ വരുന്നു വിഷ്ണു സഹസ്രനാമ സമൂഹ മഹായജ്ഞം. അപ്പം അതിലിരിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സങ്കല്പം ചൊല്ലും. എന്താണ് ഈ കൂട്ടായ പ്രവൃത്തിയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ കൂട്ടായ തപസ്സിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത് വ്യക്തിയിലും സമാജത്തിലും ലോകത്തിലും എന്തെല്ലാം പരിവർത്തനങ്ങൾ വരുത്താൻ നാം ഉദ്ദേശിക്കുന്നു, അതിനെക്കുറിച്ചാണ് നമ്മുടെ പൈതൃകത്തെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ ഇന്നത്തെ സ്ഥിതിവിശേഷങ്ങളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ളൊരു സങ്കല്പം. ഈ സങ്കല്പത്തോടു കൂടിയാണ് യജ്ഞം ആരംഭിക്കുക. ഇതുപോലെ വിദ്യാഭ്യാസം, വിദ്യാദാന പ്രക്രിയ ആരംഭിക്കുമ്പോഴും സങ്കല്പമുണ്ട്. ഈ ഗുരുവും ശിഷ്യനും തമ്മിൽ ഗുരു ശിഷ്യന് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹി തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹി എന്നുള്ള ശാന്തി മന്ത്രങ്ങളൊക്കെ ചൊല്ലാറുണ്ട്. എന്താ അതിൻ്റെ താല്പര്യം? എന്താ? എനിക്ക് അറിവ് പകർന്നു തരുന്ന ആചാര്യൻ എല്ലാ തരത്തിലും എനിക്ക് എൻ്റെ ഉയർച്ചയ്ക്കും എൻ്റെ നന്മയ്ക്കും എൻ്റെ വളർച്ചയ്ക്കും വേണ്ട ജ്ഞാനം പകർന്നു തരും. അതിലെനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് വേണ്ടതെല്ലാം നൽകാനുള്ള കഴിവും
വൈഭവവും അദ്ദേഹത്തിനുണ്ട്. അതെനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അവരൊരു മത്സരത്തിൻ്റെയോ ഒരു വിദ്വേഷ ചിന്തയുടെ സ്ഥാനമേ അവിടെ ഉണ്ടാകണില്ല. അതുപോലെ ഗുരുവിൻ്റെ മനസ്സിലെന്താ? എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി എല്ലാവിധ അറിവുകളും വേണ്ടതുപോലെ ഗ്രഹിച്ച് അത് യഥാസമയം പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള സാമർഥ്യവും നേടണം. ഇപ്പം രണ്ടു കൂട്ടരും തമ്മിലുള്ള ഒരു സമന്വയം, ഒരു താതാത്മ്യം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മളെല്ലാം ഭാരതീയരാണ്. ഭാരതത്തിന് തനതായ ദേശീയ മൂല്യങ്ങളുണ്ട്. അത് ഇന്നും ഇന്നലെ ആരംഭിച്ചതല്ല. ചിരപുരാതന കാലം മുതൽ നിൽക്കുന്ന ധാർമ്മികമായ, ശാശ്വതമായ, സദാചാരബദ്ധമായ, പ്രായോഗികമായ മൂല്യങ്ങളും ദർശനങ്ങളും തലമുറകളോളം നിലനിൽക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം എന്ന പദ്ധതി തന്നെ രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ കുട്ടികളെ വിളിച്ചു വരുത്തി പറയും, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഈ രണ്ട് വാചകം ചെറുതായിട്ടൊന്ന് പരിശോധിച്ച് നോക്കൂ. എന്തെങ്കിലും ഒരു ചെറിയ പൊരുത്തക്കേട് കാണുന്നുണ്ടോ? പരിശോധിച്ചാൽ കാണും. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. രണ്ടും തമ്മിൽ ചേർച്ചയില്ല. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാകണമെങ്കിൽ ഇന്ത്യ എൻ്റെ ആരാകണം? സഹോദരി സഹോദര ബന്ധം രൂപപ്പെട്ടത് ഇവിടെ നിന്നാ. ഒരേ മാതാപിതാക്കളിൽ നിന്ന് പറയുമ്പോൾ പൂർണ്ണമാവില്ല. സഹോദരി സഹോദരൻ എന്ന് പറയുമ്പോൾ സഹയാത്രികൻ, സഹപ്രവർത്തകൻ എന്നൊക്കെ പറയില്ലേ നമ്മൾ. സഹോദരി സഹോദരൻ എന്ന് പറയുമ്പോൾ ഒരു ഉദരത്തിൽ രൂപം കൊണ്ടവൻ അല്ലെങ്കിൽ രൂപം കൊണ്ടവൾ എന്ന അർത്ഥമാണത് ധ്വനിപ്പിക്കുന്നത്. ഒരേ ഉദരത്തിൽ നിന്ന് വന്നവർ. അപ്പോൾ അതുകൊണ്ടാണ് സഹോദരി സഹോദര പദം തന്നെ നാം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയണമെങ്കിൽ അതിന് മുമ്പിൽ ഉപയോഗിച്ച വാചകം എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുന്ന വാചകം അന്വർത്ഥവും ആദ്യ വാചകത്തിന് പൂരകവുമാകണമെങ്കിൽ ആദ്യം പറഞ്ഞത് നാം തിരുത്തി പറയേണ്ടി വരും. ഇന്ത്യ എൻ്റെ നാടാണ് അല്ലെങ്കിൽ ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇപ്പോൾ പാർലിക്കാട് എൻ്റെ നാടാണ് എന്ന് പറഞ്ഞാൽ എല്ലാ പാർലിക്കാട്ടുകാരും ആരാ? എൻ്റെ എവിടെയെങ്കിലും വെച്ച് ഇവിടെ ഉള്ള ഒരാളെ കണ്ടാൽ എങ്ങനെയാ പരിചയപ്പെടുത്തുക? ഇദ്ദേഹം എൻ്റെ നാട്ടുകാരനാണെന്നാണ് പറയുക. പാർലിക്കാട് എൻ്റെ നാടാകുമ്പോൾ പാർലിക്കാട്ടുള്ളവരെല്ലാം എൻ്റെ നാട്ടുകാരൻ. ഇപ്പം ഇന്ത്യ എൻ്റെ നാടാകുമ്പോൾ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ നാട്ടുകാരെയാകൂ. സഹോദരി സഹോദരന്മാരാകണമെങ്കിൽ എന്ത് വേണം? ഭാരതം എൻ്റെ മാതൃഭൂമിയാണ് എന്നുള്ള അഭിമാനം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അങ്ങനൊരു അഭിമാനം ഉണ്ടാകുന്ന മട്ടിൽ ഓരോ വ്യക്തിയുടെയും ആന്തരിക ഘടനയെ വാർത്തെടുക്കുന്ന മട്ടിലുള്ളതല്ല ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പൊതുവിദ്യാഭ്യാസ പദ്ധതിയിൽ ഇത്തരമൊരു വൈകല്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കിയാൽ അത് നമുക്ക് തിരുത്താനുള്ള ഒരു അവസരം വരുന്നതുവരെ കാത്തിരിക്കുകയാണോ വേണ്ടത്? മറിച്ച് അത് തിരുത്താൻ നമ്മുടെ വിദ്യാർത്ഥികളായി തീരുന്ന കുട്ടികൾ അവിടേക്ക് പോകുന്നതിന് മുമ്പ് അവരിൽ ദേശീയ ബോധമുണ്ടാക്കുന്ന, ദേശീയ മൂല്യങ്ങളുടെ പ്രതിഷ്ഠയുണ്ടാക്കുന്ന തരത്തിൽ അവരെ വേണ്ട വിധത്തിൽ പറഞ്ഞു മനസ്സിലാക്കി മാതൃകാപരമായ ജീവിതം നയിക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണോ വേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഭാരതത്തിൻ്റെ ദേശീയ മൂല്യങ്ങളെയും ദേശീയ വീക്ഷണത്തെയും അത് നിലനിർത്താനും പകർന്നു കൊടുക്കാനുള്ള പദ്ധതികളെയും കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന സാഹിത്യ ഗ്രന്ഥങ്ങൾ അനവധിയുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെയും ബുദ്ധിക്കും യുക്തിക്കും ജീവിത ചുറ്റുപാടുകൾക്കും അനുസരിച്ച് തിരഞ്ഞെടുത്ത് പരിപാലിക്കാനുള്ള പ്രാപ്തി അവർക്ക് നൽകാൻ ഓരോ ഗൃഹാംഗങ്ങളും തയ്യാറാകണം. പഴയകാലത്ത് ധാർമ്മികമായ മൂല്യങ്ങളെക്കുറിച്ചും സദാചാരശീലങ്ങളെക്കുറിച്ചും അറിവുള്ളവരായിരുന്നു ഗൃഹം നയിച്ചിരുന്നത്. ഇന്നെന്താ കാണുന്നത്? ധാർമ്മികമായ മൂല്യങ്ങളും സദാചാരമായ വീക്ഷണങ്ങളും പാലിക്കുന്ന എത്ര ഗൃഹങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പം അതൊക്കെ പഴമയുടെ പേരിൽ, പഴക്കത്തിൻ്റെ പേരിൽ, അശാസ്ത്രീയത പേരിൽ നാം പുറന്തള്ളി. എന്നിട്ട് പരിഷ്കാരത്തിൻ്റെ പേരിൽ, പുതുമയുടെ പേരിൽ, ശാസ്ത്രത്തിൻ്റെ പേരിൽ പലതും നമ്മളെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പുറപ്പെട്ടു. അതിൻ്റെ ഫലമായി സാമൂഹിക ഘടന, കുടുംബജീവിതം, വ്യക്തിദാരിദ്ര്യം, വരും തലമുറകളുടെ അപജയം ഇതൊക്കെ ഫലത്തിൽ വന്നു. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല. ഇനി അത്രയും ദൂരം നാം പിന്നിട്ടിരിക്കുന്നു. അപ്പം തിരിച്ചു പോക്കല്ല നമുക്ക് ആവശ്യം, മടങ്ങി വരവാണ് നമുക്ക് ആവശ്യം. തിരിച്ചു പോകണ്ട, മടങ്ങി വരാമല്ലോ, അതിന് കുഴപ്പമില്ല. അപ്പം നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് അറിയാനും അതിൻ്റെ നന്മ അനുഭവിക്കാനും അതിൽ അഭിമാനത്തോടുകൂടി കഴിയാനും ഈ മണ്ണിൻ്റെ സന്തതിയായി 100 വർഷക്കാലം ഈ മണ്ണിൽ തന്നെ ജീവിച്ച് നമ്മുടെ ധർമ്മവും നമ്മുടെ കർമ്മവും നമ്മുടെ അറിവും ലോകത്തിൻ്റെ ക്ഷേമത്തിന് വിനിയോഗിക്കാൻ പറ്റിയ തരത്തിൽ ജീവിതം വാർത്തെടുക്കാനുള്ള ഒരു പരിശ്രമവും അതിനുവേണ്ട ഒരു ആഹ്വാനവും നിങ്ങളിൽ എല്ലാവരിലും വേണ്ടതുപോലെ ഉണ്ടാകട്ടെ. ജഗദീശ്വരനും ഗുരുപരമ്പരയും അതിന് നിങ്ങളെ ആവോളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തലമുറകളിലും അതിൻ്റെതായ ഒരു ദീർഘമംഗള സ്വാധീനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. കസ്മയ്യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപപുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തഥാത്മനാഥ ഭഗവദ്രാതായ കാരുണ്യതഃ തത്ശുദ്ധം
വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ജയ.